396 ഹരിച്ചാൽ 400-നും ഇടയിലുള്ള 6ന്റെ ഗുണിതങ്ങൾ ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 7 കൊണ്ട് ഹരിക്കും ശിഷ്ടം 5 വരുന്ന 2 ഈ അരിതമെറ്റിക് പ്രോഗ്രഷന്റെ സമ്മ് നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ AP the sum of first 3 n terms is equal to the sum of രണ്ട് പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ. 7ാം പദത്തിന്റെ 7 11ാം പദത്തിന്റെ 11 മടങ്ങ്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, അത് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, ഈ പരീക്ഷകൾക്ക് കാര്യമായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. 100% ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ മാത്സിൻ്റെ സിലബസിലെ ഒരു ടോപ്പിക്കാണ് പ്രോഗ്രഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രോഗ്രഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 2 പ്രോഗ്രഷനുകളാണ് പ്രധാനമായിട്ടുള്ളത്. അരിതമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും. ഈ പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് നാളിതുവരെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ കൃത്യമായും ഈ ക്ലാസ്സുകളിലൂടെ പഠിച്ചു മാറും. അതായത് 2021 മുതലാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ പരീക്ഷകൾ വന്നു തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രോഗ്രഷനിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നോ അത് മുഴുവൻ നമ്മൾ കൃത്യമായും ചെയ്യും. ആദ്യം നമ്മൾ അരിതമെറ്റിക് പ്രോഗ്രഷനിൽ തുടങ്ങും. പിന്നെ ജോമെട്രി പ്രോഗ്രഷൻസ് അത്ര കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, അതും കൂടെ ചെയ്ത് തീർക്കും. ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കും. പിന്നെ എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ക്ലാസ്സുകൾ മറ്റുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ടെലിഗ്രാം ചാനലിൻ്റെ പേരും ട്രിക് ടേൺ എന്ന് തന്നെയാണ്. അതിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ആയിട്ടില്ല എങ്കിൽ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്യാനായിട്ട് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ആ സെർച്ച് ചെയ്യുന്നിടത്ത് ട്രിക് ടേൺ എന്ന് TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, കാണാൻ പറ്റും, അതിൽ ജോയിൻ ചെയ്യാം. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിലും നമ്മൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിഗ്രി ലെവൽ 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. അതിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും നമ്മൾ ഇതുപോലെ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്തു പോവാണ്. അതിൽ നമ്മൾ നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ ക്ലോക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പ്രോഗ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ ടോപ്പിക്ക് തീരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ടിനായിട്ട് ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ നൽകി പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് അരിതമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് സിമ്പിളായ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്താണ് അരിതമെറ്റിക് പ്രോഗ്രഷൻ? മലയാളത്തിൽ ഇവരെ സമാന്തര ശ്രേണി എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ ഒരേ വ്യത്യാസം കൂടി വരുന്ന അല്ലെങ്കിൽ ഒരേ വ്യത്യാസം കുറഞ്ഞു വരുന്ന ശ്രേണികളെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 5, 10, 15, 20 ഇതൊരു സമാന്തര ശ്രേണിയാണ്, AP ആണ്, അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. കാര്യം ഇവിടെ 5 വീതം കൂടി 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 പോകുന്നു. വേറൊരെണ്ണം പറയാം, 68, 75, 82 എക്സെട്ര. ഇവിടെ 7 വീതം കൂടി കൂടി പോകുന്നു. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇപ്പൊ വേറൊരെണ്ണം പറയാം, 57, 54, 51 എക്സെട്ര. ഇവിടെ 3 വീതം കുറഞ്ഞു 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 പോകുന്നു. ഇങ്ങനെ ഒരേ വ്യത്യാസം ഒന്നുകിൽ കൂടി വരുന്ന അല്ലെങ്കിൽ ഒരേ വ്യത്യാസം കുറഞ്ഞു വരുന്ന ശ്രേണികളെ വിളിക്കുന്ന പേരാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ പദത്തെ നമ്മൾ A എന്ന് വിളിക്കും. A ആദ്യ പദം, ഫസ്റ്റ് ടേം. അപ്പൊ ഇവിടെ A ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 5.
ഇവിടെ എ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 68. ഇവിടെ എ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 57. ഇനി ഏതൊരു സമാന്തര ശ്രേണിക്കും കൃത്യമായ ഒരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾ നോക്കി, ഇവിടെ 5 കൂടി, ഇവിടെ 7 കൂടി, ഇവിടെ 3 കുറഞ്ഞു. ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് ഡി എന്ന വാക്ക് ഉപയോഗിക്കും, കോമൺ ഡിഫറൻസ്. അതായത് ഈ പൊതുവ്യത്യാസമാണ് ഒന്നുകിൽ കൂടിപ്പോകുന്നേ അല്ലെ കുറഞ്ഞു പോകുന്നേ. നിങ്ങൾ പറ, ഇവിടുത്തെ പൊതുവ്യത്യാസം 5 അല്ലേ? എങ്ങനെ മനസ്സിലായി? 5 10 ആയി, 5 കൂടി 5. ഇനി അഥവാ ഡൗട്ട് ഉണ്ടെ മുമ്പലത്തെ പദത്തിൽ നിന്ന് പുറകിലത്തെ പദം കുറച്ചാൽ മതി. 10 ന്ന് 5 പോയാൽ 5, 15 ന്ന് 10 പോയാൽ 5, 20 ന്ന് 15 പോയാൽ 5. ഓക്കെ, ഇവിടുത്തെ പൊതുവ്യത്യാസം മക്കളെ 7 അല്ലേ? എങ്ങനെ മനസ്സിലായി? പറയുമ്പോഴേ നമുക്കറിയാം. ഇനി അതല്ലേ മുമ്പിൽ നിന്ന് പുറകിൽ കുറയ്ക്കുക. 75 ന്ന് 68 കുറച്ചു 7, അല്ലെ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചു 82 ന്ന് 75 കുറച്ചു 7. ഇനി ഇവിടുത്തെ പൊതുവ്യത്യാസം പെട്ടെന്ന് ചാടിക്കയറി 3 അല്ലേ എന്ന് പറയാൻ തോന്നും, പറയരുത്. ഇവിടുത്തെ പൊതുവ്യത്യാസം -3 ആണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇവിടെ 3 കുറഞ്ഞു പോവാണ്. 57 54 ആയി, 3 കുറഞ്ഞു. 54 51 ആയി, 3 കുറഞ്ഞു, -3. ഇനി അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, തൊട്ടു മുമ്പിലത്തെ പദമായ 54 നിന്ന് തൊട്ടു പുറകിലത്തെ പദമായ 57 കുറച്ചു. 54 -57 -3. ചെറുതിന്ന് വലുത് കുറച്ചാൽ മൈനസാ. 51 -54, 51 -54 എന്ന് പറഞ്ഞാൽ -3. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മൈൻഡിൽ ഇട്ടേക്കുക, ഒരേ വ്യത്യാസം കൂടി വരുന്ന അല്ലെങ്കിൽ ഒരേ വ്യത്യാസം കുറഞ്ഞു വരുന്ന ശ്രേണികളെ വിളിക്കുന്ന പേരാണ് സമാന്തര ശ്രേണി. അല്ലെങ്കിൽ ഒരു അരിതമെറ്റിക് പ്രോഗ്രഷന്റെ ആദ്യത്തെ പദത്തെ നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇവർക്കൊരു പൊതുവ്യത്യാസമുണ്ട്, ആ പൊതുവ്യത്യാസത്തെ നമ്മൾ ഡി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനി പൊതുവ്യത്യാസം കാണാൻ മുമ്പിലത്തേതിൽ നിന്ന് പുറകിലത്തേത് കുറയ്ക്കുക. കുറഞ്ഞാണ് പോകുന്നതെങ്കിൽ പൊതുവ്യത്യാസം മൈനസ് ആയിരിക്കും. ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. 2023 വന്ന ചോദ്യം, റൈറ്റ് ദ നെക്സ്റ്റ് ടേം ഓഫ് ആൻ അരിതമെറ്റിക് പ്രോഗ്രഷൻ √2, √8, √18, √32 ഡാഷ്. അതായത് ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പദം √2, രണ്ടാമത്തെ പദം √8, മൂന്നാമത്തെ പദം √18, നാലാമത്തെ പദം √32, അഞ്ചാമത്തെ പദമാണ് നമുക്ക് വേണ്ടിയത്. മക്കളെ, ഇത് വളരെ പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ ഇവിടുത്തെ പൊതുവ്യത്യാസമൊക്കെ കണ്ടുപിടിക്കും, √8 -√2 എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ചെയ്യുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞാൽ √2 നമ്മൾ അതുപോലെ എഴുതും. ഇനി ചിലർക്കറിയാൻ √8 എന്ന് പറഞ്ഞാൽ 2√2 ആണ്, √18 എന്ന് പറഞ്ഞാൽ 3√2 ആണ്, √32 എന്ന് പറഞ്ഞാൽ 4√2 ആണ്. അപ്പൊ അടുത്തത് 5√2 ആണ് ഉത്തരമായി വരിക. 5√2 ഇല്ലെങ്കിൽ 5√2-നോട് സമാനമായ ഒരു സാധനം √50. ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം. അത്യാവശ്യം നല്ല ജ്ഞാനമുള്ളവർ ഈ രീതി ആയിരിക്കും ചൂസ് ചെയ്യുക. √8 എങ്ങനെ ഞാൻ 2√2 എന്ന് എഴുതിയെന്ന് ചോദിച്ചാൽ √8-നെ 4 × 2 എന്ന് എഴുതാം, 4 × √2. പിന്നെ √18-നെ നമുക്ക് 9 × 2 എന്ന് എഴുതാം, 9 × √3, 3√2. √16 × 2 എന്ന് എഴുതാം, 4√2. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ സിമ്പിളായിട്ട് പറയട്ടെ. ആദ്യം √2 വന്നു. √2-നെ ഞാൻ 1 × 2 എന്ന് എഴുതി. 1 × 2 എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ അകത്ത് 2 തന്നെയല്ലേ, 1 × 2. ഇനി അടുത്തത് √8 എന്ന് പറഞ്ഞാൽ 2 × 4 ആണ്. 2 × 4. ഇനി √18 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ടിൻ്റെ അകത്തിൽ 3 × 6 ആണ്. ഇനി √32 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ടിൻ്റെ അകത്തിൽ 4 × 8 ആണ്. ഇപ്പോൾ ഒരു ഐറ്റം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. 1 × 1-ന്റെ ഇരട്ടി 2, 2 × 2-ന്റെ ഇരട്ടി 4, 3 × 3-ന്റെ ഇരട്ടി 6,
4 ഇരട്ടി 8. അങ്ങനെയാണ് ഇവിടെ ആരായിരിക്കും ഇവിടെ വരുന്നത്? റൂട്ടിൻ്റെ അകത്തിൽ 5 ഇരട്ടി 10. 5 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √50. വളരെ സിമ്പിളായി ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. പക്ക. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. നമുക്ക് അടുത്ത പദമാണ് വേണ്ടത്. √2 നമുക്ക് 1 × 2 എന്ന് എഴുതാം. √8 നമുക്ക് 2 × 4 എന്ന് എഴുതാം. √18 നമുക്ക് റൂട്ടിൻ്റെ അകത്തിൽ 3 × 6 എന്ന് എഴുതാം. √32 നമുക്ക് റൂട്ടിൻ്റെ അകത്തിൽ 4 × 8 എന്ന് എഴുതാം. നോക്കേ, 1 2 3 4. പിന്നെ അവരുടെ ഇരട്ടി 1 × 2, 2 × 4, 3 × 6, 4 × 8. അപ്പൊ ഒബ്വിയസ്ലി അടുത്തത് 5 ആണ്. 5 ഇരട്ടി 10. 5 × 10 നമ്മുടെ ഉത്തരം √50. ക്ലിയർ ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത്, വാട്ട് ഈസ് ദ 10th 2-digit നമ്പർ ദാറ്റ് ലീവ്സ് എ റിമൈൻഡർ 1 when divided by 5? 2023 ചോദ്യം. മലയാളത്തിൽ പറഞ്ഞ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യ. 10ാമത്തെ. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരിക എന്ന് പറയുമ്പോൾ 5ന്റെ ഗുണിതത്തിനെ കൂടെ 1 കൂട്ടുന്നതായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, അതെങ്ങനെ? എടാ, 5ന്റെ ആദ്യത്തെ ഗുണിതം 5. അപ്പൊ 6നെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. 5ന്റെ രണ്ടാമത്തെ ഗുണിതം 10. അപ്പൊ 11നെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. 5ന്റെ മൂന്നാമത്തെ ഗുണിതം 15. അപ്പൊ 16നെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയോ? ഇപ്പൊ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണമെങ്കിൽ 5ന്റെ ഗുണിതത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരണമെങ്കിൽ 5ന്റെ ഗുണിതത്തിന്റെ കൂടെ 2 കൂട്ടിയാൽ മതി. ഇനി 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരണമെങ്കിൽ 7ന്റെ ഗുണിതത്തിന്റെ കൂടെ 3 കൂട്ടിയാൽ മതി. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരണമെങ്കിൽ 6ന്റെ ഗുണിതത്തിന്റെ കൂടെ 4 കൂട്ടിയാൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 6ന്റെ ഗുണിതം, ആദ്യത്തെ ഗുണിതം 6. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരണമെങ്കിൽ 6ഉം 4 കൂടെ കൂട്ടി 10. 10നെ 6 കൊണ്ട് ഹരിച്ചു നോക്കാൻ ശിഷ്ടം 4 ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണമെങ്കിൽ 5ന്റെ ഗുണിതത്തിന്റെ കൂടെ 1 കൂട്ടുന്ന ആളായിരിക്കണം. ശിഷ്ടം 2 വരണമെങ്കിൽ 5ന്റെ ഗുണിതം +2. ശിഷ്ടം 3 വരണമെങ്കിൽ 5ന്റെ ഗുണിതം +3. ഇനി ഇവിടെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യയാണ് വേണ്ടിയത്. അപ്പോൾ ചിലർ ചിന്തിക്കും, 1 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും, സമ്മതിച്ചു. പക്ഷേ അത് രണ്ടക്ക സംഖ്യയല്ല, ഒരക്ക സംഖ്യ. 6 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും, പക്ഷേ അത് രണ്ടക്ക സംഖ്യയല്ല, ഒരക്ക സംഖ്യ. 5ന്റെ അടുത്ത ഗുണിതം 10. 10 കഴിഞ്ഞാൽ പിന്നെ 11. 11നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും. ഇത് രണ്ടക്ക സംഖ്യ. മക്കളെ, 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 11. ഇനി പിന്നെ വരുന്നത് 16. കാര്യം 5 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ, അപ്പൊ എല്ലാം 5 കൂടി പോകുന്നതാണെന്ന് നിങ്ങൾ അങ്ങ് ചിന്തിച്ചോണം. ഇനി അഥവാ ഡൗട്ട് ഉണ്ട്, 5ന്റെ അടുത്ത ഗുണിതം 15. 15ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 16. ഇനി 5ന്റെ അടുത്ത ഗുണിതം 20. 20ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 21. കാര്യം ഇതിന്റെ ഗ്യാപ്പ് എപ്പോഴും 5 വരൂ. കാര്യം 5ന്റെ ശിഷ്ടങ്ങളുടെ കണക്കല്ലേ. അപ്പൊ 5 വീതം തന്നെ ആയിരിക്കും പോകുന്നത്. ആദ്യത്തെ 11 ആണ്, പിന്നെ 16, പിന്നെ 21, ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ 10ാമത്തെ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. സി, നല്ലവണ്ണം നോക്കൂ. ഇതൊരു AP അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഒരേ ഗ്യാപ്പ് 5 വീതമല്ലേ കൂടിപ്പോന്നേ. ഒരേ ഗ്യാപ്പ് ആണെങ്കിൽ ഇതൊരു AP ആണ്. ഒരു APയുടെ 10ാമത്തെ പദം കാണാനുള്ള ഇക്വേഷൻ നോട്ട് ചെയ്തോ. A + n - 1 × d. ഒന്നുകൂടെ പറയുന്നു, A + n - 1 × d. ഒരു APയുടെ 10ാമത്തെ പദം കാണാൻ മറന്നു പോകണ്ട A + 9d. ഒരു APയുടെ 20ാമത്തെ പദം കാണാൻ
മറന്നു പോകേണ്ട A+19D. ഒരു AP-യുടെ 17ാമത്തെ പദം കാണാൻ മറന്നു പോകേണ്ട A+16D. ഇവിടെ ഒരു AP-യുടെ 10ാം പദം കാണണം. A+N10 നമ്പർ ഓഫ് ടൈം N10 10 നിന്ന് പോയി 9D. ഇവിടെ A എന്ന് പറയുന്നത് ആദ്യ പദം 11 പ്ലസ് 9 ഇൻറ്റു D എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി 5 വീതം കൂടിയാ പോകുന്നത്. ഇനി അഥവാ ഡൗട്ട് ഉണ്ട്, 16-ൽ നിന്ന് 11 പോയാൽ 5 ആണ് അല്ലേ? ഇത് ചെയ്യണം. ഇനി ബോഡ്മാസ് റൂൾ പ്രകാരം ചുമ്മാ കൂട്ടിയിട്ട് ഗുണിച്ചൊന്നും വെക്കരുത്. ബോഡ്മാസ് റൂൾ പ്രകാരം മൾട്ടിപ്ലിക്കേഷൻ ആദ്യം, ഗുണനം ആദ്യം ചെയ്തിട്ടേ കൂട്ടാവൂ. 9 5 കൂടെ ഗുണിക്കുമ്പോൾ 45. 11 + 45 നമ്മുടെ ഉത്തരം 56 ആണ്. പക്ക ക്ലിയർ ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണം. മക്കളെ 5ന്റെ ആദ്യത്തെ ഗുണിതം 5. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണേ. 6 വേണേൽ എടുക്കാം, പക്ഷെ 6 രണ്ടക്ക സംഖ്യ അല്ല. ക്വസ്റ്റിനി പറയുന്നു 2 അക്കമാകണം. 5ന്റെ അടുത്ത ഗുണിതം 10. അപ്പൊ 11നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും, ഉറപ്പ്, 2 അക്കവാ. 5ന്റെ അടുത്ത ഗുണിതം 15. അപ്പൊ ഒന്നുകൂടെ കൂട്ടി 16നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും. 5ന്റെ അടുത്ത ഗുണിതം 20. 21നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും. അങ്ങനെ 10ാമത്തെ സംഖ്യയാണ് നമുക്ക് വേണ്ടിയത്. ഇനി ഇത്രയൊന്നും ചിന്തിക്കേണ്ട. 5ന്റെ ശിഷ്ടം പോകുമ്പോൾ 5ന്റെ ഗ്യാപ്പിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ആദ്യം 11 കിട്ടി, അടുത്ത 16, അടുത്ത 21. നിങ്ങളങ്ങ് എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. ഇതിന്റെ 10ാമത്തെ പദമാണ്. നമുക്ക് മനസ്സിലായി ഇതൊരു AP ആണ്. ഈ AP-യുടെ ആദ്യ പദം A എന്ന് പറയുന്നത് 11 ആണ്. ഈ AP-യുടെ പൊതുവ്യത്യാസം D, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. 5 വീതം കൂടി. മക്കളെ, ഏതൊരു AP-യുടെയും എത്രാമത്തെ പദം വേണേലും കാണാം. എന്നെ കണ്ടോണ്ടിരിക്കുന്നവർ ഉറക്കപ്പറ A+n-1 ഇൻറ്റു D. ഒന്നുകൂടെ A+n-1 ഇൻറ്റു D. 10ാം പദം കാണാൻ A+9D, 20ാം പദം കാണാൻ A+19D, 100ാം പദം കാണാൻ A+99D. ഇവിടെ 10ാം പദം വേണം. നമുക്കറിയാം A+9D. A11 പ്ലസ് 9 ഇൻറ്റു D 5. 9 5 45. 11 45 കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 56. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ചോദ്യം ഇങ്ങനെയാണ്: ഫൈൻഡ് ദി ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ AP വിത്ത് ഫസ്റ്റ് ടേം 11 ആൻഡ് ദ കോമൺ ഡിഫറൻസ് 5. മലയാളത്തിൽ പറഞ്ഞാൽ ആദ്യ പദം 11 പൊതുവ്യത്യാസം 5 സമാന്തര ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്തുക. ആൾജിബ്രിക് എക്സ്പ്രഷന്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജഗണിത രൂപം കണ്ടെത്തുക. ഈ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂളിൽ ചെയ്യത്തില്ലേ, 4n+7 എന്ന് എഴുതും. എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടാൽ 1ാം പദം കിട്ടും. എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ടാൽ 2ാം പദം കിട്ടും. എന്നിൻ്റെ സ്ഥാനത്ത് 3 ഇട്ടാൽ 3ാം പദം കിട്ടും. ഈ പോളിനോമിയൽ പോലത്തെ സെറ്റപ്പ്, അതാണ് ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമാന്തര ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടെത്തണം. അതായത് n-ാം പദം, ഒന്നുകിൽ പരീക്ഷയ്ക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ n-ാം പദം കാണാനായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ ബീജഗണിത രൂപം കാണുക എന്നായിരിക്കും. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടാൽ ഫസ്റ്റ് ടേം, 2 ഇട്ടാൽ സെക്കൻഡ് ടേം, 3 ഇട്ടാൽ തേർഡ് ടേം, അങ്ങനെ ഒരു AP കിട്ടുന്ന ആദ്യ പദം 11 പൊതുവ്യത്യാസം 5 ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തണം. മക്കളെ, ഒന്നുമില്ല, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഏതൊരു സമാന്തര ശ്രേണിയുടെയും എത്രാമത്തെ പദം വേണേലും കാണാം. ഇക്വേഷൻ എന്തുവാ? A+n-1 ഇൻറ്റു D ആണ്. ഇനി ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം, ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെ nth ടേം കാണാൻ ഈ A+n-1 ഇൻറ്റു D-ക്കകത്തിൽ എയുടെയും ഡിയുടെയും വാല്യൂ ഇട്ടാൽ മതി. A എന്ന് പറയുന്നത് ആദ്യ പദം, ക്വസ്റ്റ്യനിലുണ്ട് 11 പ്ലസ് n-1 ഇൻറ്റു D എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, ക്വസ്റ്റ്യനിലുണ്ട് 5. ഇനി ഇത് സോൾവ് ചെയ്യാം. 11 നമ്മൾ എഴുതി. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് 5 കൊടുക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബ്രാക്കറ്റിൻ്റെ അകത്തിൽ ഒരാളെ കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കണം. 5 എന്നൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5n. കണ്ടോ?
ഇനി 5 മൈനസ് ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -5. ഇപ്പൊ നമുക്ക് സാധനം എന്ത് കിട്ടി? 11 + 5n - 5 ആയി. ഇനി നമ്മൾ പണ്ട് മുതലേ ഒരു സ്റ്റാൻഡേർഡ് രൂപപ്രകാരം n² n സംഖ്യയാണ്. n² ആദ്യം എഴുതും, പിന്നെ n എഴുതും, സംഖ്യ എഴുതും. ഇപ്പോൾ പണ്ട് മുതലേ നമുക്കറിയത്തില്ല x³ x² x വരുവാണ്. ആദ്യം x³ പിന്നെ x², പിന്നെ x. ഇപ്പം എക്സും സംഖ്യയുമാണ്, ആദ്യം x പിന്നെ സംഖ്യ. ആ സ്റ്റാൻഡേർഡ് ഫോം എപ്പോഴും PSC ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഫോം പ്രകാരം എന്നിൻ്റെ ആളെ ആദ്യം എഴുതി 5n. ഇനി 11 - 5. 11ൽ നിന്ന് 5 പോയാൽ 6. -6 എന്നല്ല, +6. അപ്പം നമുക്ക് പറയാം 5n + 6 ആണ്. 5n + 6 ഓപ്ഷൻ C ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ പറയുന്നു, ഏതൊരു സമാന്തര ശ്രേണിയുടെയും എത്രാമത്തെ പദം വേണേലും കാണാം. ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, a + n - 1 × d ആണ്. ഇനി ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ ഈ a + n - 1 × d എയുടെയും ഡിയുടെയും വാല്യൂ ഇട്ടാൽ മതി. എ നമുക്കറിയാം ഫസ്റ്റ് പദം 11 പ്ലസ് n - 1 × d നമുക്കറിയാം 5. ഇനി ഈ 5 അകത്തേക്ക് കൊടുത്തു, 11 പ്ലസ് 5n 5n, 5 മൈനസ് ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -5. നമ്മളൊരു സ്റ്റാൻഡേർഡ് രൂപപ്രകാരം 5n ആദ്യം എഴുതി, എന്നിൻ്റെ ടേം ആദ്യം എഴുതി 5n. ഇനി 11 - 5, 11ൽ നിന്ന് 5 കുറച്ചാൽ 6. വെറും 6 അല്ല, +6. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ, +6 എന്ന് പറഞ്ഞാൽ +6. നമുക്ക് പറയാം 5n + 6 ഓപ്ഷൻ C ഈസ് അവർ ആൻസർ. ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 5n + 6ൻ്റെ അകത്തിൽ ഈ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടാൽ ഫസ്റ്റ് പദം കിട്ടും. എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടാൽ 5 + 6 11. എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ടാൽ 5 × 2 10, 10 + 6 16. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് 3 ഇട്ടാൽ 5 × 3 15, 15 + 6 21. കണ്ടോ, ഈ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും. ഇതൊരു AP ആയിരിക്കും. ആ APയുടെ ആദ്യ പദം 11 ആയിരിക്കും, പൊതുവ്യത്യാസം 5 ആയിരിക്കും. അപ്പോൾ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം കാണാൻ സമാന്തര ശ്രേണിയുടെ ഇക്വേഷൻ a + n - 1 × d ആണ്. ആ a + n - 1 × d എയുടെയും ഡിയുടെയും വാല്യൂ അങ്ങോട്ട് കൊടുക്കുക, സിമ്പിളായിട്ട് കിട്ടും. അടുത്ത ചോദ്യം, ഇഫ് ദ 20th term of an AP exceeds its 9th term by 22, the common difference is dash. 2023 ഡിഗ്രി മെയിൻസ് ആണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദം അവരുടെ 9ാം പദത്തേക്കാൾ 22 കൂടുതലാണ്. ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദം ആ ശ്രേണിയുടെ 9ാം പദത്തേക്കാൾ 22 കൂടുതലാണ്. എക്സീഡ്സ് 9th term by 22 എന്നാണ്. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദം ആ ശ്രേണിയുടെ 9ാം പദത്തേക്കാൾ 22 കൂടുതലാണ്. ദെൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. അങ്ങനെയാണ് പൊതുവ്യത്യാസം എത്ര. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഈ ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത് എക്സീഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കുറവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം 22 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, എക്സീഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലെന്നാണ്. 20ാം പദം 9ാം പദത്തേക്കാൾ 22 കൂടുതലാണ്. സിമ്പിളി പറഞ്ഞാൽ 20ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം 22. ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിനകത്തുനിന്ന് പൊതുവ്യത്യാസം കാണും. ഇതെങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് ചോദിച്ചാൽ, 20ാം പദം കാണാനുള്ള ഇക്വേഷൻ a + 19d ആണ്, മൈനസ് 9ാം പദം കാണാനുള്ള ഇക്വേഷൻ a + 8d ആണ്. ആലോചിച്ച് നോക്ക്, 20ാം പദം എന്ന് പറഞ്ഞാൽ a + 19d, 9ാം പദം എന്ന് പറഞ്ഞാൽ a + 8d. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് 22. ഇനി a അകത്തോട്ട് കൊടുത്ത് -aയും aയൂടെ വന്ന് സോൾവ് ചെയ്ത് ഇതിനകത്തുനിന്ന് d കണ്ടുപിടിക്കുകയാണ് ഇതിൻ്റെ അകത്തിലെ ഒരു സെറ്റപ്പ്. ഞാൻ ഇതിലോട്ടൊന്നും പോകുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ. ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദവും
9-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 20 9 തമ്മിലുള്ള വ്യത്യാസം എത്ര? 11. സമാന്തര ശ്രേണിയാണ് ഈ ഒരു ഡിയുടെ 11D. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയുന്നു, ഏതൊരു സമാന്തര ശ്രേണി, അത് ഇന്നൊന്നൊന്നുമില്ല, ഏതും ആയിക്കോട്ടെ, 20-ാം പദവും 9-ാം പദവും തമ്മിലുള്ള വ്യത്യാസം വേണം. 20 9 തമ്മിൽ 11ന്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു സമാന്തര ശ്രേണിയുടെ ആകുമ്പോൾ നീ ഒരു ഡിയുടെ അങ്ങ് കൊടുക്കണം, കഴിഞ്ഞു 11D. ഇപ്പോൾ വേറെ ഉദാഹരണം പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദവും 10-ാം പദവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. 5ഉം 10ഉം തമ്മിൽ 5ന്റെ വ്യത്യാസമുണ്ട്. സമാന്തര ശ്രേണിയാകുമ്പോൾ ഒരു ഡിയുടെ കൊടുത്തു, 5D, കഴിഞ്ഞു. ഇനി ഒരു സമാന്തര ശ്രേണിയുടെ 30-ാം പദവും 50-ാം പദവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 30ഉം 50ഉം തമ്മിൽ 20ന്റെ വ്യത്യാസമുണ്ട്. ഇനി ഒരു സമാന്തര ശ്രേണിയാകുമ്പോൾ ഒരു ഡിയുടെ അങ്ങ് കൊടുക്കണം, കഴിഞ്ഞു 20D. ഇനി ഒരു സമാന്തര ശ്രേണിയുടെ 2-ാം പദവും 5-ാം പദവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. 2ഉം 5ഉം തമ്മിൽ 3ന്റെ വ്യത്യാസമുണ്ട്. സമാന്തര ശ്രേണിയാകുമ്പോൾ ഒരു ഡിയുടെ അങ്ങ് കൊടുക്കണം, 3D. ഓക്കെ, സിമ്പിൾ. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുക, അതെന്തോ അതിൻ്റെ ലോജിക്ക് എന്തോ? മക്കളെ, ഇതൊരു സമാന്തര ശ്രേണിയുടെ 1-ാം പദം A, 2-ാം പദം എന്ന് പറഞ്ഞാൽ A+D, പൊതുവ്യത്യാസം കൂടി. 3-ാം പദം എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു പൊതുവ്യത്യാസം കൂടും ഡിയുടെ. 4-ാം പദം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഒരു പൊതുവ്യത്യാസം കൂടെ കൂടും ഡിയുടെ. 5-ാം പദം എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു പൊതുവ്യത്യാസം കൂടെ കൂടും ഡിയുടെ. അപ്പൊ മക്കളെ, 2-ാം പദം ഇതാണ്. 2-ാം പദത്തിൽ നിന്ന് 5-ാം പദത്തിലേക്ക് എത്താൻ 3 പ്രാവശ്യം ഡി കൂടി. 3-ാം പദമായി ഡി, 4-ാം പദമായപ്പോൾ ഡി കൂടി, 5-ാം പദമായപ്പോൾ ഡി കൂടി, 3D കൂടി. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ? 3 പ്രാവശ്യം. അത് വളരെ സിമ്പിളായി ഞാൻ പറയുന്നു. 2-ാം പദവും 5-ാം പദവും തമ്മിലുള്ള വ്യത്യാസം, വെറും വ്യത്യാസം 3. പൊതുവ്യത്യാസമാകുമ്പോൾ ഒരു ഡിയുടെ 3D. 10-ാം പദവും 15-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 10ഉം 15ഉം 5D. 7-ാം പദവും 10-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 7ഉം 10ഉം 3D. 9-ാം പദവും 20-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 9ഉം 20ഉം 11D. 40-ാം പദവും 50-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 40ഉം 50ഉം 10D. ഇനി ഈ ചോദ്യത്തിലേക്ക് വാ, സിമ്പിളാ. If the 20th term of an AP exceeds its 9th term by 22, the common difference is dash. മലയാളത്തിൽ പറഞ്ഞ ഒരു സമാന്തര ശ്രേണി 20-ാം പദം 9-ാം പദത്തേക്കാൾ 22 കൂടുതലെന്നോ കുറവെന്നോ നീ കണക്കിൽ കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും വ്യത്യാസമാണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ 20-ാം പദവും 9-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 22. നിനക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ 20-ാം പദവും 9-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെറും വ്യത്യാസം 11. സമാന്തര ശ്രേണിയാകുമ്പോൾ 11D. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസമാണ് നമ്മളോട് പറയുന്ന 22. 11D ആണ് 22. അപ്പൊ ഡി എന്ന് പറയുന്നത് 22/11 2. എവിടെ? ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. സെക്കൻഡുകൾക്ക് ഉത്തരം വീഴും. കണ്ടോ? ഒന്നുകൂടെ ഇവിടെ നമ്മളോട് പറയുന്നു ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആ സമാന്തര ശ്രേണി 20-ാം പദവും 9-ാം പദവും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ 20-ാം പദവും 9-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 22. നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ആലോചിക്കണം, 20ഉം 9ഉം തമ്മിൽ പദങ്ങൾ തമ്മിൽ 11ന്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സമാന്തര ശ്രേണി ആയതുകൊണ്ട് 11D ആണ് ഇവരുടെ വ്യത്യാസം. ഈ 11D ആണ് നമ്മളോട് പറയുന്ന 22. എടാ മക്കളെ, 20-ാം പദവും 9-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 20ഉം 9ഉം തമ്മിൽ 11D വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പറയുന്നു 22. അങ്ങനെയാണ് ഡി എന്ന് പറയുന്നത് 22/11. നമുക്ക് പറയാം 2, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 7-ാമത്തെ പദത്തിന്റെ 7 മടങ്ങ് അതിൻ്റെ 11-ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ 18-ാം പദം ഡാഷ് ആയിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ 7-ാം പദത്തിന്റെ 7 മടങ്ങ് 11-ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ ആ സമാന്തര ശ്രേണിയുടെ 18-ാം പദം ഡാഷ് ആയിരിക്കും. 2024 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 വന്ന ചോദ്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ.
2023-24 കാലഘട്ടത്തിൽ 3 പ്രാവശ്യം റിപ്പീറ്റ് വന്ന ഒരു ചോദ്യമാണ് ഇത്. സെയിം ചോദ്യം, സെയിം നമ്പർ 3 പ്രാവശ്യം റിപ്പീറ്റ് വന്നിട്ടുണ്ട്. 2023 ഒരു ഡിഗ്രി മെയിൻസിന് വന്നു, 2024 ഒരു ഡിഗ്രി പ്രിലിംസിന് വന്നു, ഇനി 2024 തൃശ്ശൂർ LDCക്ക് ഈ ചോദ്യം വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചോണം. തുടങ്ങാം. ഇവിടെ നമ്മളോട് എന്താ പറയുന്നത്? ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആ സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ്, അതായത് 7ാം പദം ഏതാണോ അതിൻ്റെ 7 മടങ്ങ് എടുത്താലും, പിന്നെ 11ാം പദത്തിൻ്റെ 11 മടങ്ങ് എടുത്താലും തുല്യമായി വരും. ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആ സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് എടുക്കുമ്പോഴും 11ാം പദത്തിൻ്റെ 11 മടങ്ങ് എടുക്കുമ്പോഴും തുല്യമാണ്. അങ്ങനെയാണ് ഒരു ബന്ധമില്ല നമ്മളോട് ചോദിക്കുക 18ാം പദം കണ്ടുപിടിക്കണം. മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ 18ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a+17d ആണ്. ആലോചിച്ച് നോക്കുക, a+17d. അപ്പൊ a+17d ആണ് നമുക്ക് വേണ്ടിയത്. a+17d കാണണമെങ്കിൽ a വേണം ആദ്യ പദം, d വേണം പൊതുവ്യത്യാസം. ഇതൊന്നും ദൈവം സഹായിച്ച് നമുക്ക് തന്നിട്ടില്ല. പിന്നെ എങ്ങനെങ്കിലും നമുക്ക് a+17d എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്തണം. എങ്ങനെ എത്താൻ പറ്റും? ഇവിടെ നമുക്ക് എന്തോ പറയുന്നേ, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ്. മക്കളെ, 7ാം പദം എന്താണോ അതിനെ 7 കൊണ്ട് ഗുണിക്കുന്നതാണ് 7 മടങ്ങ്. ആലോചിച്ച് നോക്ക്. ഇപ്പം 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിക്കല്ലേ. 2 മടങ്ങെന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. ഇപ്പം 7ാം പദം എന്താണോ അതിനെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് കിട്ടും. ഇനി 11ാം പദം എന്താണോ അതിനെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ 11 മടങ്ങ് കിട്ടും. ഇപ്പം 7ാം പദം എന്താണോ അതിൻ്റെ 7 മടങ്ങ് ഇൻറ്റു 7. 11ാം പദം എന്താണോ അതിനെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ 11 മടങ്ങ്. ഇത് രണ്ടും തുല്യമാണ്. 7ാം പദത്തിൻ്റെ 7 മടങ്ങ്, 7ാം പദം ഇൻറ്റു 7. 11ാം പദത്തിൻ്റെ 11 മടങ്ങ്, 11ാം പദം ഇൻറ്റു 11. ഇത് രണ്ടും തുല്യം. അപ്പോൾ നമ്മൾ എഴുതി 7 ഇൻറ്റു 7ാം പദം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് മുതലേ അറിയാം, a+6d = 11 ഇൻറ്റു 11ാം പദം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് പണ്ട് മുതലേ അറിയാം, 10d. ഇവിടെ വരെ ഓക്കെയാണ്. ഒന്നുകൂടെ ഇവിടെ വരെ പറയുന്നു, 7ാം പദത്തിൻ്റെ 7 മടങ്ങ് 7 ഇൻറ്റു 7ാം പദം, 11ാം പദത്തിൻ്റെ 11 മടങ്ങ് 11 ഇൻറ്റു 11ാം പദം, 7 ഇൻറ്റു 7ാം പദം എന്ന് പറഞ്ഞാൽ a+6d. ഇനി 11 ഇൻറ്റു 11ാം പദം എന്ന് പറഞ്ഞാൽ a+10d. ഓക്കെ, 11ാം പദം a+10d. ഇനി വേറൊരു വഴിയില്ല, അകത്തേക്ക് കൊടുക്കുക അങ്ങോട്ട്. അകത്തേക്ക് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം. 7 a മൾട്ടിപ്ലൈ ചെയ്താൽ 7a, 7 6d മൾട്ടിപ്ലൈ ചെയ്താൽ 42d = 11 a മൾട്ടിപ്ലൈ ചെയ്താൽ 11a പ്ലസ് 11 10d മൾട്ടിപ്ലൈ ചെയ്താൽ 110d. 11 10d 110d. ഇനി നമുക്ക് a എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം, d എല്ലാം വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഞാൻ തൽക്കാലം ഡി എ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. കാര്യം എ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അത് പോസിറ്റീവ് ആവും, അല്ല 2 നെഗറ്റീവായി മാറും. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ 42d ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ 110d അപ്പുറത്ത് പോകുമ്പോൾ -110d ആവും, +110 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ്. ഇവിടെ ഓൾറെഡി ഒരു 11a ഉണ്ട്. ഈ 7a അപ്പുറത്തേക്ക് വരുമ്പോൾ -7a ആവും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എ ഇവിടെ നിർത്തിക്കൊണ്ട് ഡി എ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, നിങ്ങളുടെ സൗകര്യം. എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണം തോന്നി. ഒന്നുകൂടെ, ഇവിടെ ഓൾറെഡി ഒരു 42d ഉണ്ട്. ഈ 110d ഇപ്പുറത്തേക്ക് വരുമ്പോൾ -110d ആയി. ഇവിടെ ഓൾറെഡി ഒരു 11a ഉണ്ട്. ഈ 7a അപ്പുറത്തേക്ക് വരുമ്പോൾ -7a ആയി. 42d നിന്ന് 110d പോയാൽ -68d. കാര്യം 42 - 110, 42 നിന്ന് 110 പോയാൽ 110 നിന്ന് 42 കുറച്ചിട്ട് മൈനസ് ഇട്ടാൽ പോരെ, -68d = 11a നിന്ന് 7a പോയാൽ 4a.
അപ്പം -68D = 4A എന്ന് വന്നു. ഞാൻ ഇവിടോട്ട് എഴുതുകയാണ്, ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഈ -68D ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. ഇവിടുന്ന് -68D അപ്പുറത്തേക്ക് പോയാൽ അവിടെ ആരുമില്ല, അവിടെ 0 ആയി. കണ്ടോ, 0 = ഇവിടെ ഓൾറെഡി ഒരു 4A ഉണ്ട്. -68D അപ്പുറത്ത് പോയി +68D ആയി. പേടിക്കണ്ട, ഒരു സാധനം ഉണ്ട്, +68D ആയി. ഇനി ഈ സാധനം ഇപ്പൊ എന്തോ ആയി? 0 = 4A + 68D എന്ന് വന്നു. ഇനി ഈ 4A + 68Dക്കകത്തുനിന്ന് ഒരു 4 കോമൺ എടുത്തു. 4Aക്കകത്തുനിന്ന് 4 കോമൺ എടുത്താൽ ബാക്കി A പ്ലസ് 68Dക്കകത്തുനിന്ന് 4 കോമൺ എടുത്താൽ ബാക്കി 17D. ഇനി ചില കുഞ്ഞുങ്ങളുണ്ട് ഈ 4 കോമൺ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 4 കൊണ്ട് ഹരിച്ച് ബാക്കി അങ്ങ് എഴുതിയാൽ മതി. 4 കോമൺ എടുത്തു, 4A 4 കൊണ്ട് ഹരിച്ചാൽ A പ്ലസ് 68Dയിൽ നിന്ന് 4 കോമൺ എടുത്താൽ 68നെ 4 കൊണ്ട് ഹരിച്ച് 17D. ഓക്കെ. ഇനി A പ്ലസ് ഈ 4 ഇവിടെ കൊണ്ടുവന്ന 0/4 = A + 17D. 0 കരി 4 ഇവിടേക്ക് വന്ന ഇൻറ്റു 4 അപ്പുറത്ത് പോയി ഡിവിഷൻ 4 ആവും. 0/4. 0/4 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. കാര്യം 0 കൊണ്ടുള്ള അല്ലെ 0യെ ഹരിക്കുക എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 0 = A + 17D. എടാ മക്കളെ, നമുക്ക് വേണ്ടിയത് 18ാമത്തെ പദമാണ്. 18ാമത്തെ പദം എന്ന് പറഞ്ഞാൽ A + 17D ആണ്. ആ A + 17D ആണ് ഇവിടെ കിട്ടിയത് 0. അപ്പോൾ 18ാം പദം A + 17D, അതിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. സോ 18ാമത്തെ പദം ഓപ്ഷൻ ബി 0 ആണ്. ഇങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്ന നേരായ രീതി. ഓക്കെ ആണോ? അപ്പോൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കണം. 7ാം പദത്തിൻ്റെ 7 മടങ്ങ് 7 × A + 6D. 11ാം പദത്തിൻ്റെ 11 മടങ്ങ് 11 × A + 10D. ഓക്കെ. ഇനി 7 അകത്തേക്ക് കൊടുത്തപ്പോൾ 7 + 42D. 11 അകത്തേക്ക് കൊടുക്കുമ്പോൾ 11 + 110D. ഇനി D നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു, 42D - 110D = ഇവിടെ ഒരു 11A ഉണ്ട്, 7A അപ്പുറത്തേക്ക് വന്നപ്പോൾ -7A. അപ്പം 42Dയിൽ നിന്ന് 110D പോയാൽ -68D. ഇനി 11Aയിൽ നിന്ന് 7A പോയാൽ 4A. -68D = 4A എന്നായി. ഈ -68D അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ ആരുമില്ല, 0 ആയി. 0 = 4A + 68D. 4Aയിലും നമുക്ക് 4 കൊണ്ട് ഹരിച്ച് 4 കോമൺ എടുക്കാം. 68നെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, അതായത് 4 കോമൺ എടുക്കാം. 4 കോമൺ എടുത്താൽ 4Aയിൽ നിന്ന് 4 പോയാലേ 68Dയിൽ നിന്ന് 4 പോയാൽ 17D. ഈ 4 അവിടെ വന്ന് ഡിവിഷൻ ആവും. അപ്പോൾ A + 17D 18ാം പദം എന്ന് പറയുന്നത് 0/4 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഇങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്ന നേരായ രീതി. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇത്തരം ഫോമാറ്റിലുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട, കണ്ണും പൂട്ടി ഇവൻ്റെ വാല്യൂ 0 എന്നങ്ങ് എഴുതിക്കും. അപ്പോൾ എത്തരത്തിലുള്ള ചോദ്യമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ നോക്ക്, 7ാം പദത്തിൻ്റെ 7 മടങ്ങും 11ാം പദത്തിൻ്റെ 11 മടങ്ങും തുല്യമാണ്. നിങ്ങളോട് എന്തുവാ ചോദിച്ചത്? ഈ 7ഉം ഈ 11ഉം കൂട്ടിയ 18ാം പദമല്ലേ ചോദിച്ചേക്കുന്നേ? ഒന്നൂടെ, 7ാം പദത്തിൻ്റെ 7 മടങ്ങും 11ാം പദത്തിൻ്റെ 11 മടങ്ങും തുല്യമാണ്. എന്നിട്ട് ഈ 7ഉം 11ഉം കൂടെ കൂട്ടി 18ാം പദം ചോദിച്ചു. ഇറ്റ്സ് 0. അങ്ങ് പഠിച്ചു വെച്ചു. ഈ മോഡലാണ് 0 ആയിരിക്കും ഉറപ്പ്. കാര്യം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരേ ഒരു ചോദ്യം 18ാം പദമേ ഉള്ളൂ. കാര്യം മുമ്പേ നമ്മൾ ചെയ്തതുപോലെ ഈ വാല്യൂ സോൾവ് ചെയ്ത് കൊണ്ടുവന്ന് ഉത്തരത്തിലേക്ക് കോമൺ എടുത്ത് വരുമ്പോഴത്തേക്കിന് 18ാം പദത്തിൻ്റെ വാല്യൂവേ വരൂ, അല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് A-യും D-യും ഒക്കെ സെപ്പറേറ്റ് തരേണ്ടി വരും. അപ്പം ഈ ഒരു ഫോമാറ്റ്, ഏത് ഫോമാറ്റ്? 7ാം പദത്തിൻ്റെ 7 മടങ്ങും 11ാം പദത്തിൻ്റെ 11 മടങ്ങും തുല്യം. 7ഉം 11ഉം കൂടെ കൂട്ടി 18ാം പദം എത്ര? 0. ഇതുപോലെ
നമുക്കൊരു 4-5 ചോദ്യം ഒരുമിച്ചുണ്ടാക്കിയിട്ട് ഒരുമിച്ച് നമുക്കിതിൻ്റെ ആൻസർ പറഞ്ഞു നോക്കാം. സെറ്റാവും. ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദത്തിൻ്റെ 3 മടങ്ങും 5-ാം പദത്തിൻ്റെ 5 മടങ്ങും തുല്യമാണ്. എന്തുമായിരിക്കും ഇവിടുന്ന് ചോദിക്കുന്നത്? 3ഉം 5ഉം കൂടെ കൂട്ടി 8-ാം പദം എത്ര എന്ന് ചോദിക്കും. 8-ാം പദം 0. അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 7-ാം പദത്തിൻ്റെ 7 മടങ്ങും 3-ാം പദത്തിൻ്റെ 3 മടങ്ങും തുല്യമാണ്. എന്തുമായിരിക്കും ഇവിടുന്ന് ചോദിക്കുന്നത്? ഈ 7ഉം 3ഉം കൂടെ കൂട്ടി 10-ാം പദം എത്ര എന്നായിരിക്കും. 10-ാം പദം 0. ഒരു 2 ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദത്തിൻ്റെ 5 മടങ്ങും 11-ാം പദത്തിൻ്റെ 11 മടങ്ങും തുല്യമാണ്. എന്തുമായിരിക്കും ഇവിടുത്തെ ചോദ്യം? 5ഉം 11ഉം കൂടെ കൂട്ടി 16-ാം പദം എത്ര? 16-ാം പദം 0. അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 9-ാം പദത്തിൻ്റെ 9 മടങ്ങും 11-ാം പദത്തിൻ്റെ 11 മടങ്ങും തുല്യമാണ്. 9-ാം പദത്തിൻ്റെ 9 മടങ്ങും 11-ാം പദത്തിൻ്റെ 11 മടങ്ങും തുല്യം. ഇവിടുത്തെ ചോദ്യം ഈ 9ഉം ഈ 11ഉം കൂടെ കൂട്ടി 20-ാം പദം എത്ര? 0. അപ്പോൾ ഈ 3 പ്രാവശ്യം വന്ന ചോദ്യം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു സമാന്തര ശ്രേണിയുണ്ട്. 7-ാം പദത്തിൻ്റെ 7 മടങ്ങും 11-ാം പദത്തിൻ്റെ 11 മടങ്ങും തുല്യമാണ്. 7ഉം 11ഉം കൂടെ കൂട്ടി 18-ാം പദം എത്ര? 0. അടുത്ത ചോദ്യം. 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? ഒന്നുകൂടെ പറയുന്നു. 3, 8, 13, 18 ഇങ്ങനെ പോകുന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? ഫൈൻഡ് ദ നമ്പർ ഓഫ് ടൈംസ്. അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദമുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 78 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്പർ ഓഫ് അല്ലെങ്കിൽ നമ്പർ, ഈ പദത്തിൻ്റെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. 2021 വന്ന ചോദ്യമാണ്. ഇതങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് പ്രോപ്പറായി ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിക്കാൻ ശ്രദ്ധിച്ചോണം. ഈ ചോദ്യം ഇങ്ങനെ 3, 8, 13 എക്സെട്ര ഇങ്ങനെ പോയി 78. ഒന്നുകിൽ ഇതിൽ എത്ര പദമുണ്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 78 എന്നത് എത്രാമത്തെ പദമാണ് എന്നും ചോദിക്കാം. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. ഇനി ചിലർ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവാതെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. 2, 4, 6, 8, 10 ഇതിൽ എത്ര പദമുണ്ട്? 2, 4, 6, 8, 10 5 പദം. ഇനി 10 എന്നത് എത്രാമത്തെ പദമാണ്? 5-ാമത്തെ പദമാണ്. വേറൊരെണ്ണം 3, 6, 9, 12 ഇതിൽ എത്ര പദമുണ്ട്? 4 പദം. ഇനി 12 എന്നത് എത്രാമത്തെ പദമാണ്? 4-ാമത്തെ പദമാണ്. അപ്പൊ ഈ ചോദ്യവും നിങ്ങളോട് 2 രീതിയിൽ ചോദിക്കാം. ഈ 3, 8, 13 അങ്ങനെ 78 വരെ എത്ര പദമുണ്ട് എന്ന് വേണേലും ചോദിക്കാം. അല്ലെ 78 എന്നത് എത്രാമത്തെ പദമാണ് എന്നും ചോദിക്കാം. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. നമുക്കിവിടെ വേണ്ടിയത് പദത്തിന്റെ എണ്ണം, പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ്. ഇതാണ് വേണ്ടിയത്. എന്നാണ് വേണ്ടിയത്. പദത്തിന്റെ 78 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്, അല്ലെ 78 വരെ എത്ര പദമുണ്ട്, നമ്പർ ഓഫ് ടേംസ്. ഇത് ഒന്നും അറിയത്തില്ല പോലും ഇങ്ങനെ വേണേൽ ചെയ്യാം. 78 എന്ന് പറയുന്നത് എന്നാമത്തെ പദമാണ്. a+n-1 × d ആണ് എന്നാമത്തെ പദം. ആ എന്നാമത്തെ പദം 78 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എയുടെ വാല്യൂ നിങ്ങൾക്കറിയാം 3 പ്ലസ് n-1 × ഡിയുടെ വാല്യൂ ഇത് പോകുമ്പോഴേ നമുക്കറിയാം 5 = 78. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 100% ഇത് ശരിയാണ്. അപ്പോൾ 78 എത്രാമത്തെ പദമാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 78 എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എന്നാമത്തെ പദമാണ്. എന്നാമത്തെ പദം കാണാനുള്ള ഇക്വേഷൻ a+n-1 × d ആണ്. a+n-1 × d ആണ് 78. അതിൽ എയുടെയും ഡിയുടെയും വാല്യൂ ഇട്ട് കൊടുത്ത് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 100% ശരിയാണ്. പക്ഷേ ഞാൻ തൽക്കാലം അങ്ങനെ നിങ്ങളെ ചെയ്യിപ്പിക്കുന്നില്ല. ഒരു വഴിയില്ല നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, അല്ലെ എത്രാമത്തെ പദമാണ്, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നിർബന്ധമായും അത് കാണാതെ പഠിക്കണം.
മക്കളെ, ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കാണാൻ, n കാണാൻ, അല്ലെ എത്രാമത്തെ പദം, നമ്പർ ഓഫ് ടേംസ് n കാണാൻ അവസാനത്തെ പദം എഴുതുക 78, മൈനസ് ആദ്യത്തെ പദം എഴുതുക 3, ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എഴുതുക 5. കാര്യം 3, 8, 13 5 വീതമല്ലേ കൂടുന്നത്, പൊതുവ്യത്യാസം 5. ഇനി എല്ലാവരും മറന്നു പോകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്, നിങ്ങൾ മറക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു +1 കൂടെ കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു +1 കൂടെ കൊടുക്കണം. ഒന്നുകൂടെ n കാണാൻ അവസാന പദം 78, മൈനസ് ആദ്യ പദം 3, ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 5 +1. നിങ്ങൾ ചിലപ്പോൾ മറ്റേ ബുക്കുകളിലൊക്കെ പഠിച്ച TN - T1 / D+1 എന്നായിരിക്കും. അങ്ങനെ പഠിച്ചോ, നിങ്ങൾക്ക് സൗകര്യം ഏതാണോ അത്. എനിക്കിങ്ങനെ പറക്കി എഴുതുന്നതോടെ താല്പര്യം. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം, ഇതിനെ മൊത്തത്തിൽ +1 മറക്കരുത്. അപ്പൊ 78-ൽ നിന്ന് 3 പോയാൽ 75, 75/5 +1. മക്കളെ, 75-നെ 5 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം 15. 15ഉം ഒന്നുകൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 16. സെറ്റാണ്, മുമ്പോട്ട് പോവാം. ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കാണാൻ, അല്ലെ നമ്പർ ഓഫ് ടേംസ് കാണാൻ, അല്ലെ അവസാനത്തെ പദം 78 എത്രാമത്തെ നമ്പർ ഓഫ് ടേംസ്, എത്രാമത്തെ പദമാണ് കാണാൻ, n കാണാൻ. ഒന്ന് വീട്ടിലിരുന്ന് കാണുന്നവർ ഉറക്കെ പറഞ്ഞേ. അവസാന പദം 78, മൈനസ് ആദ്യ പദം 3, ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 5 +1. ഒന്നുകൂടെ, അവസാന പദം 78, മൈനസ് ആദ്യ പദം 3, ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 5 +1. +1 മറക്കരുത്. 78-ൽ നിന്ന് 3 പോയാൽ 75, 75/5 +1. 75-നെ 5 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം 15. 15ഉം ഒന്നുകൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 16. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 2022 വന്ന മറ്റൊരു ചോദ്യമാണ്. വിച്ച് ടേം ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 21, 18, 15 എക്സെട്ര അങ്ങനെ പോയി -81. മലയാളത്തിൽ പറഞ്ഞാൽ 21, 18, 15 എന്ന സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് -81? വിച്ച് ടേം ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 21, 18, 15 ഈസ് -81. മലയാളത്തിൽ 21, 18, 15 എന്ന സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് -81? അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, നമ്പർ ഓഫ് ടേംസ്. അല്ലെങ്കിൽ -81 ഏത് പദമാണ്, എത്രാമത്തെ പദമാണ്, നമ്പർ ഓഫ് ടേംസ്. -81 എത്രാമത്തെ പദമാണ്. ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടെന്ന് കാണാൻ, n കാണാൻ നിങ്ങൾക്കറിയാം. അവസാന പദം -81, മൈനസ് ആദ്യ പദം 21, ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, ഇവിടെ 3 വീതം കുറഞ്ഞാ പോന്നേ. 21 18 3 കുറഞ്ഞു, 18 15 3 കുറഞ്ഞു. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം -3 +1. ഒന്നുകൂടെ പദങ്ങൾ എത്രയുണ്ട് എന്ന് കാണാൻ അവസാന പദം -81, മൈനസ് ആദ്യ പദം 21, മൈനസ് കൊടുക്കാതിരിക്കരുത്. -81 അവസാന പദം, മൈനസ് ആദ്യ പദം 21, ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 3 കുറഞ്ഞു പോന്നു -3. ഇനി അഥവാ ഡൗട്ട് ഉണ്ട്, 18 നിന്ന് 21 പോയാൽ -3, 15 നിന്ന് 18 പോയാലും -3, മൊത്തത്തിൽ +1. ഇനി നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യും? -18ഉം -21 കൂടെ സോൾവ് ചെയ്യണം. മക്കളെ, 2 മൈനസ് അടുപ്പിച്ചു വന്നാൽ 2 കൂടെ കൂട്ടിയിട്ട് മൈനസ് ഇടണമെന്നാണ്. 2 കൂടെ കൂട്ടുമ്പോൾ -101. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നോക്ക്. -5 -6 5 6 11 -11 -1 -1 1 1 2 -2
-4 -6 6 4 10 -10 -7 -3 7 3 10 -10. അതുപോലെ ഇങ്ങനെ 2 മൈനസ് അടുപ്പിച്ച് വന്നു. ഇപ്പൊ രണ്ടുകൂടെ കൂട്ടിയിട്ട് മൈനസ് ഇടണം. -81 -21 -101 സോറി -102 ഡിവൈഡഡ് ബൈ -3 + 1 -81 -21 രണ്ടുകൂടെ കൂട്ടുമ്പോൾ 102 മുമ്പ് എഴുതിയത് മാറിയ 102 -102 ബൈ -3 + 1. ഇനി നമുക്ക് -102നെ -3 കൊണ്ട് ഹരിക്കണം. ഇനി 2 മൈനസ് വന്നാൽ അത് എന്തായാലും പ്ലസ് ആവും. 102 3 ഹരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 102 3 ഹരിക്കുമ്പോൾ 34 വരും. 34 2 മൈനസ് വരുമ്പോൾ കുഞ്ഞുങ്ങളെ അത് പ്ലസ് ആവും. 2 മൈനസ് കൊണ്ടുള്ള ഹരണമായാലും ഗുണനമായാലും പ്ലസ് ആവും. 34 + 1. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ 1 കൂട്ടുന്ന കാര്യം എല്ലാവരും മറന്നുപോകും. ഓപ്ഷൻസ് ഇടുന്നവരും ആ രീതിയിൽ സെറ്റ് ചെയ്യും. നമ്മൾ മറന്നുപോയാൽ എന്ത് സംഭവിക്കും? 34 കിട്ടും. പരീക്ഷ പോലെ നമ്മൾ വിചാരിക്കും എന്തോ കിട്ടിയെന്ന ചാരിതാർത്ഥ്യത്തിൽ ആദ്യം ഓപ്ഷനിൽ നോക്കും. അയ്യോ എൻ്റെ ഉത്തരം തന്നെ ആദ്യം കിടപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. 34 വന്നു, +1 കൂട്ടണം. 34 1 നമ്മുടെ ഉത്തരം 35 ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അവസാന പദം മൈനസ് ആദ്യ പദം ചെയ്തപ്പോൾ തന്നെ -102 വന്നു. ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം -3 + 1. ഇത് സോൾവ് ചെയ്തു. 34 ഒന്നുകൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം 35 സെറ്റാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ പദങ്ങളുടെ എണ്ണം കാണാനുള്ള ചോദ്യമാണെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, പദങ്ങളുടെ എണ്ണം കാണാനുള്ള ചോദ്യമാണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ചോദ്യമാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ ഉത്തരം നെഗറ്റീവ് വരത്തില്ല. ഒരിക്കലും അതിൻ്റെ ഉത്തരം പോയിന്റും വരത്തില്ല. അതായത് എണ്ണമല്ലേ. നിങ്ങളോട് ചോദിക്കുക എത്ര പദം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ 44.37 പദമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തോ കുഴപ്പമാണെന്ന് ആളുകൾ വിചാരിക്കും. ഇനി നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ എത്ര ആളുകളുണ്ട്? -17 ആളുകളുണ്ട് എന്നാരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് എന്ന് കിട്ടുമോ അല്ലെ പോയിന്റിൽ എന്ന് കിട്ടുമോ അങ്ങനെ വല്ലതും സംഭവിച്ചോ ഉറപ്പിച്ചോണം നിങ്ങൾ ഒരുപാട് ദൂരം മുന്നേ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ചോദ്യം തെറ്റായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഒരു കാരണവശാലും നിങ്ങൾക്ക് നെഗറ്റീവും കിട്ടത്തില്ല, ഒരു കാരണവശാലും നിങ്ങൾക്ക് പോയിന്റ് വാല്യൂയും വരത്തില്ല. ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. 12 16 20 എക്സെട്ര ഇങ്ങനെ പോയി 412. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? ഒന്നുകിൽ ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 412 എത്രാമത്തെ പദമാണ് എന്നായിരിക്കും ചോദിക്കുക. ഒന്നുകിൽ 412 എത്രാമത്തെ പദം, നമ്പർ ഓഫ് ടൈംസ്, അല്ലെങ്കിൽ ഇതിൽ എത്ര പദങ്ങളുണ്ട്. ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കാണാൻ, കാണാൻ അവസാന പദം 412 മൈനസ് ആദ്യ പദം 12 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 4. കാര്യം 4 വിധമാണ് കൂടി പോകുന്നത്. +1. 412 നിന്ന് 12 പോയാൽ 400. 400/4 + 1. 400നെ 4 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 100. 100 + 1 നമ്മുടെ ഉത്തരം 101 സെറ്റാണ്. മുമ്പോട്ട് പോവാം. ആലോചിച്ച് നോക്ക്. 400/4 വന്നു. 400നെ 4 കൊണ്ട് ഹരിച്ചാൽ 100. 100 ഒന്നുകൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 101. ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 11 and 90 ഡിവിസിബിൾ ബൈ 7? മലയാളത്തിൽ പറഞ്ഞാൽ 11നും 90നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം. 2022 ഡിഗ്രി മെയിൻസിന് വന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 11നും 90നും ഇടയിൽ. അപ്പം ഈ 11നും 90നും ഇടയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിക്കേണ്ട കാര്യം, ഒരിക്കലും 11ഉം എടുക്കാൻ പറ്റില്ല, 90ഉം എടുക്കാൻ പറ്റില്ല. 11നും 90നും ഇടയിൽ. അപ്പോൾ 11 കഴിഞ്ഞ് 7ന്റെ ഗുണിതം ആരാടാ മക്കളെ? 14 അല്ലേ? എല്ലാവർക്കും അറിയാം. 7ന്റെ ആദ്യത്തെ ഗുണിതം 7 ആണ്, 7ന്റെ രണ്ടാമത്തെ ഗുണിതം 14 എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ 7ന്റെ ഗുണിതം എന്ന് പറയുന്നത് 21.
പിന്നെ 7ന്റെ ഗുണിതം എന്ന് പറയുന്നത് 28ആണ്. അങ്ങനെ പോയി 90-നിടയിലെന്നാണ് പറയുന്നത്. ഇടയിലെന്ന് പറയുമ്പോൾ ഒരു കാരണവശാൽ ഇപ്പോൾ എയ്ക്കും സിക്കും ഇടയിലെന്ന് പറഞ്ഞാൽ ബി മാത്രമേ ഉള്ളൂ, എയും ഇല്ല സിയും ഇല്ല. 1നും 5നും ഇടയിലെന്ന് പറയുമ്പോൾ 2ഉം 3ഉം 4ഉമേ ഉള്ളൂ, ഒരിക്കലും 1ഉം വരത്തില്ല 5ഉം വരത്തില്ല. അപ്പോൾ 90-ന് മുമ്പ്, 90-ന് ഇടയിൽ എന്ന് പറയുമ്പോൾ 90-ന് മുമ്പ് 7ന്റെ ഗുണിതം ആരാ എന്ന് നോക്കണം. 90-ന് മുമ്പ് 7ന്റെ ഗുണിതം എന്ന് പറയുന്നത് 84ആണ്. ഞാനതെങ്ങനെ പെട്ടെന്ന് എടുത്തെന്ന് ചോദിച്ചാൽ 7 ഗുണം 10 70ആണ്, പിന്നെ 77 84, പിന്നെ 91 വരുന്നത്. ഇതാണ് 11നും 90-നും ഇടയിലുള്ള 7ന്റെ ഗുണിതങ്ങൾ. ഇനി അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 90-ന് മുമ്പ് 89ആണ്, 89-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശിഷ്ടം 5ആണ്. അപ്പം 88-നെ ഹരിച്ചാൽ ശിഷ്ടം 4 വരും, 87-നെ ഹരിച്ചാൽ ശിഷ്ടം 3 വരും, 86-നെ ഹരിച്ചാൽ ശിഷ്ടം 2 വരും, 85-നെ ഹരിച്ചാൽ ശിഷ്ടം 1 വരും, 84-നെ ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. ഇതാണ് 11നും 90-നും ഇടയിലുള്ള 7ന്റെ ഗുണിതങ്ങൾ. ഓക്കെയാണ്, 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ. ഇങ്ങനെ എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇതൊരു AP ആണ്. കാര്യം 7 വീതം കൂടിക്കൂടി പോകുന്ന ഒരു ശ്രേണിയാണ്. ഈ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നാണ് വന്ന് ചോദിച്ചേക്കുന്നത്. മക്കളെ, ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, നമ്പർ ഓഫ് ടേംസ് n കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമല്ലേ. 7ന്റെ ഗുണിതവും 7ന്റെ ശിഷ്ടവും ഒക്കെ 7ന്റെ ഗ്യാപ്പിലാ പോകുന്നത്. പൊതുവ്യത്യാസം 7 + 1, അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ ഇവരുടെ പൊതുവ്യത്യാസം 7 + 1. 84-ൽ നിന്ന് 14 പോയാൽ മക്കളെ 70ആണ്. 70/7 + 1. മക്കളെ 70-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 10ആണ്. 10ഉം ഒന്നുകൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 11. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 11 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ ആണോ? മുമ്പോട്ട് വാ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ചോദ്യം വളരെ സിമ്പിളാണ്. ഒരുമാതിരിപ്പെട്ടവർക്കറിയാം 90-ന് മുമ്പ് 7ന്റെ ഗുണിതം എന്ന് പറയുന്നത് 84. 84 എന്ന് പറയുന്നത് 7ന്റെ 12ാമത്തെ ഗുണിതമാണ്. 7 ഗുണം 12. ഇനി അതിൽ 7 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാര്യം 11-ന് ശേഷമുള്ളതാ വേണ്ടിയത്. അപ്പൊ 11ആണ് എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർക്കും ഈ ഉത്തരത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് വരാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1-ൽ വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 3? മലയാളത്തിൽ പറഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? നമുക്കെല്ലാവർക്കും അറിയാം രണ്ടക്ക സംഖ്യകൾ 10 മുതൽ 99 വരെയാണ്. 3 അക്ക സംഖ്യകൾ 100 മുതൽ 999 വരെയാണ്. 4 അക്ക സംഖ്യകൾ 1000 മുതൽ 9999 വരെയാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. 2 അക്ക സംഖ്യ 10 മുതൽ 99 വരെ. 3 അക്ക സംഖ്യ 100 മുതൽ 999 വരെ. 4 അക്ക സംഖ്യ 1000 മുതൽ 9999 വരെ. ഒക്കെയാണ്. അപ്പം നമ്മളോട് ഇവിടെ എന്തോ ചോദിച്ചേ? 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അതായത് 10 മുതൽ 99 വരെ നോക്കുമ്പോൾ 3ന്റെ എത്ര ഗുണിതങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. 10 മുതൽ 99 വരെ നോക്കുമ്പോൾ, കാര്യം രണ്ടക്ക സംഖ്യ 10 മുതൽ 99 വരെയാണ്. 10 മുതൽ 99 വരെ നോക്കുമ്പോൾ 3ന്റെ എത്ര ഗുണിതങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. അപ്പം നമ്മൾ ആദ്യം മനസ്സിലോർക്കണം, 10 എന്തായാലും 3ന്റെ ഗുണിതമല്ല. പിന്നെ വരുന്നത് 12 ആണ്. കാര്യം 3ന്റെ ഗുണിതം 3, 6, 9, 12 ഇങ്ങനെ പോകും. അപ്പം 3ന്റെ അടുത്ത ഗുണിതം 15, പിന്നെ അടുത്ത ഗുണിതം 18, അങ്ങനെ പോയി 99 വരെ നമുക്ക് നോക്കാം. കാര്യം 99 രണ്ടക്ക സംഖ്യയാണ്. 99നെ നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചു നോക്ക്, അവരെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. കാര്യം 99നെ ഹരിച്ചാൽ നിങ്ങൾക്ക് 33 വരും, ശിഷ്ടമില്ല. ഇതാണ് 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന
രണ്ടക്ക സംഖ്യകൾ ഇവിടെ വരെ ഓക്കെയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, 3ന്റെ ഗുണിതങ്ങൾ ആരൊക്കെയാണ്, രണ്ടക്ക സംഖ്യകൾ ആരൊക്കെയാണ്? മക്കളെ, രണ്ടക്ക സംഖ്യകൾ നമുക്കെല്ലാവർക്കും അറിയാം. 10 മുതൽ 99 വരെ 10 മുതൽ 99 വരെ 3ന് എത്ര ഗുണിതങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. 10 എന്തായാലും 3ന്റെ ഗുണിതമല്ല. പിന്നെ വരുന്നത് 12, 15, 18, അങ്ങനെ പോയി 99 വരെ. ഇതിൽ എത്ര എണ്ണം ഉണ്ട് എന്നതാണ് ചോദ്യം. ഇതൊരു AP ആണ് മക്കളെ. ഈ ഒരു APയിൽ എത്ര പദങ്ങളുണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നതാണ് ചോദ്യം. എത്ര എണ്ണം ഉണ്ട് എന്ന് കാണാൻ, നമ്പർ ഓഫ് ടേംസ് കാണാൻ പറ. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ ഇവരുടെ പൊതുവ്യത്യാസം 3 + 1. ഒന്നൂടെ, അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. 3ന്റെ ഗുണിതങ്ങളുടെ വ്യത്യാസം എപ്പോഴും 3 തന്നെ ആയിരിക്കും. 99ൽ നിന്ന് 12 പോയ മക്കളെ 87 ആണ്. 87/3 + 1. 87നെ നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചു നോക്ക്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 29 ആണ്. 29ഉം ഒന്നുകൂടെ ചേർത്ത് നമ്മുടെ ഉത്തരം 30 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. മുമ്പോട്ട് വാ. ഓക്കെ ആണോ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അത്യാവശ്യം ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊന്നും ചെയ്യാതെ ഈ ചോദ്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാം. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10 മുതൽ 99 വരെയാണ് രണ്ടക്ക സംഖ്യകൾ. ആലോചിച്ച് നോക്ക്. 99 എന്ന് പറയുന്നത് 3ന്റെ 33ാമത്തെ ഗുണിതമാണ്. കാര്യം 3 ഗുണം 33 ആണ് 99 എന്ന് പറയുന്ന സാധനം. അപ്പോൾ 99 വരെ 33 ഗുണിതങ്ങളുണ്ട്. അതിൽ 3, 6, 9 എന്നിവ രണ്ടക്ക സംഖ്യ അല്ല, ഒരക്ക സംഖ്യയാണ്. 3, 6, 9. അപ്പം 33ൽ ഈ 3 എണ്ണം പോയിട്ട് ബാക്കി 30 എന്ന് വളരെ സിമ്പിളായി ചിന്തിച്ചു വേണേലും ഈ ചോദ്യത്തിൽ ഉത്തരം എഴുതാം. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രോപ്പർ വേ ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം കുറച്ചുകൂടെ വലിയ ചോദ്യം വന്നാലും നമുക്ക് ചെയ്യണമല്ലോ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. വേണ്ടിയവർ ഇത്തരം ചോദ്യങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് 4നും അല്ലെ 1000നും 500നും ഇടയിൽ ബിറ്റ്വീൻ 7ന്റെ എത്ര ഗുണിതങ്ങളുണ്ട്? ഇനി 1000 മുതൽ അല്ലെങ്കിൽ 1000 മുതൽ 5000 വരെ ഫ്രം ടൂവും 4ന് എത്ര ഗുണിതങ്ങളുണ്ട്? അല്ലെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര 4 അക്ക സംഖ്യകളുണ്ട്? ഇങ്ങനെ ബിറ്റ്വീൻ വരുമ്പോഴും ഫ്രം ടൂവും വരുമ്പോഴും 2 അക്ക 3 അക്ക സംഖ്യകളുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഷോർട്ട് കട്ടുകളുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇത് മൊത്തം പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്, വേണമെങ്കിൽ വേണ്ടിയവർ ഈ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് ചെയ്യാവുന്ന ട്രിക്കുകൾ ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അരിതമെറ്റിക് പ്രോഗ്രഷൻ പ്ലേലിസ്റ്റിൽ ഡീറ്റെയിൽ ആയി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അതിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അരിതമെറ്റിക് പ്രോഗ്രഷൻ്റെ 2ാമത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഷോർട്ട് കട്ടും അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റുകളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വേണ്ടിയവർക്ക്, സമയമുള്ളവർക്ക് പോയി കണ്ടു നോക്കാം. ഇല്ലെങ്കിൽ ഇത് മതി. ഓക്കെ ആണ്? ഫ്രം ടു ബിറ്റ്വീന് ഈ പറയുന്ന ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടിയവർക്ക് കാണാം. ഇല്ലെങ്കിൽ ഇത്രയുമെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തു വെക്കാനും പഠിച്ചു വെക്കാനും ഓർക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഇഫ് 2x + 2, 5x, 7x + 1 are 3 consecutive terms of an AP. Find the value of x. മലയാളത്തിൽ പറഞ്ഞാൽ 2x + 2, 5x, 7x + 1. ഇത് ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 3 പദങ്ങളാണ് എങ്കിൽ എക്സിൻ്റെ വില എത്ര? ഇതൊരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 3 പദങ്ങളാണ് എങ്കിൽ എക്സിൻ്റെ വില എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, എനിക്കൊരു കാര്യം, ഒരു റൂള് പറയാനുണ്ട്, ശ്രദ്ധയോടെ കേൾക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 3 പദങ്ങൾ എന്ന് പറയുന്ന ഏത് ക്വസ്റ്റ്യനിലും, ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുടർച്ചയായ 3 പദങ്ങൾ ABC ആണെങ്കിൽ അതിൽ നടുക്കത്തെ പദമായ B എന്ന് പറയുന്നത് ഒന്നാമത്തവൻ്റെയും മൂന്നാമത്തവൻ്റെയും ശരാശരി ആയിരിക്കും. അതായത് നടുക്കത്തെ പദം B കാണാൻ A + C/2 ചെയ്താൽ മതി.
തുടർച്ചയായ 3 പദങ്ങൾ എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ ഏത് ചോദ്യത്തിനും നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ തുടർച്ചയായ 3 പദങ്ങൾ ABC, അത് ആദ്യത്തെ 3 പദമാവാം, അവസാനത്തെ 3 പദമാവാം, ഇടയ്ക്കത്തെ 3 പദമാവാം, വാട്ടവർ. തുടർച്ചയായ 3 പദങ്ങൾ ABC ആയാൽ B എന്ന് പറയുന്നത് A+C/2. അപ്പൊ തുടർച്ചയായ 3 പദങ്ങൾ XYZ ആയാൽ Y എന്ന് പറയുന്നത് X+ZA/2. വേണേ നമുക്കൊരു ഉദാഹരണം കാണിക്കാം. 18, 21, 24, 27 ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി. അതിൽ 3 പദങ്ങൾ ഞാൻ എടുത്തു. എവിടുന്നേലും ആദ്യമൊന്നും വേണമെന്നില്ല, 3 പദം എടുത്തു. അതിൽ ഈ നടുക്കത്തെ പദം 24. അത് കിട്ടാൻ ആദ്യത്തെ പദമായ 21, മൂന്നാമത്തെ പദമായ 27 കൂട്ടി 48, 48ന്റെ പകുതി 24. കണ്ടോ? വേറെണ്ണം പറയാം. 2, 4, 6 ഒരു സമാന്തര ശ്രേണി. ആദ്യത്തെ 3 പദം, അതിൽ നടുക്കത്തെ പദം എന്ന് പറയുന്നത് 4. ആ 4 കിട്ടാൻ 2 6 കൂട്ടിയിട്ട് പകുതി. 2 6 കൂട്ടുമ്പോൾ 8, 8ന്റെ പകുതി 4. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 3 പദങ്ങൾ ABC ആയാൽ നടുക്കത്തെ B എന്ന് പറയുന്നത് A+C/2 ആണ്, സെറ്റാണ്. ഇനി ഇവിടെ എന്തോ പറയുന്നു? ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആ സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങൾ 2x+2, പിന്നെ 5x, പിന്നെ 7x+1. ഇതാണ് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങൾ. 3 കൺസിക്യൂട്ടീവ് ടേംസ്. അത് ഇടയ്ക്കത്തെ ആവാം, നടുക്കത്തെ ആവാം, അവസാനത്തെ ആവാം, വാട്ടവർ. ഇതാണ് 3 പദങ്ങൾ. എങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു. ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളുണ്ടെങ്കിൽ നടുക്കത്തെ പദം, റൂൾ ഇതാണ്. 5x എന്ന് പറയുന്നത് ആദ്യത്തെ പദമായ 2x+2ഉം മൂന്നാമത്തെ പദമായ 7x+1 കൂട്ടിയിട്ട് പകുതി എടുക്കണം. നടുക്കത്തെ പദമായ 5x എന്ന് പറയുന്നത് ആദ്യത്തെ പദമായ 2x+2ഉം മൂന്നാമത്തെ പദമായ 7x+1 കൂട്ടിയിട്ട് പകുതി. ഇനി ഒന്ന് കൂട്ടിക്കേ. 5x സമം 2x-ഉം 7x കൂട്ടുമ്പോൾ 9x ആണ്, പ്ലസ് 2-ഉം 1 കൂട്ടുമ്പോൾ 3/2. ഇനി വേറെ വഴിയൊന്നുമില്ല, ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ 5x-ഉം 2 മൾട്ടിപ്ലൈ ചെയ്താൽ മക്കളെ 10x ആണ്. ഇനി ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. 1 കൊണ്ട് പിടിച്ചാൽ അത് തന്നെയാണ്. അപ്പോൾ 9x+3 എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് എക്സിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന 10x മൈനസ് 9x ഈക്വൽ ടു, ഈ 9x ഇപ്പുറത്ത് വരുമ്പോൾ -9x ആവും. 10x മൈനസ് 9x ഈക്വൽ ടു 3 എന്ന് വരും. ഇവിടെ 10xൽ നിന്ന് 9x പോയ 1x എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 3 ആണ് എന്ന് പറയാം. നമുക്ക് വേണ്ടിയത് എക്സിന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ 3 ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോകും. ഒന്നുകൂടെ പറയുന്നു. നടുക്കത്തെ പദമായ 5x എന്ന് പറയുന്നത് ആദ്യത്തെ പദമായ 2x+2ഉം മൂന്നാമത്തെ പദമായ 7x+1 കൂട്ടിയിട്ട് പകുതി എടുക്കണം. അപ്പൊ 5x നമ്മൾ അതുപോലെ നിർത്തി. 2x-ഉം 7x കൂട്ടിയാൽ 9x, 2-ഉം 1 കൂട്ടിയാൽ 3, 9x+3/2. ഇത് ക്രോസ് ചെയ്തപ്പോൾ 5x-ഉം 2 മൾട്ടിപ്ലൈ ചെയ്താൽ 10x. ഇനി 9x+3 ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ. ഈ 9x ഇപ്പുറത്ത് പോകുമ്പോൾ 10x മൈനസ് 9x 1x എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 3 എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിക്കണേ. നിങ്ങളൊരു ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്ന ആളുകളാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇത് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാനൊരു കാര്യം പറയുവാണ്. തുടർച്ചയായ 3 പദങ്ങൾ എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ അവിടെ നിങ്ങളോട് ചിലപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും, കെയുടെ വാല്യൂ, വാട്ടവർ എന്ത് കാണാനായാലും നടുക്കത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയോടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. നടുക്കത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയോടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അതായിരിക്കും ഇതിൻ്റെ റൂൾ എപ്പോഴും. ഇനി ചില കുഞ്ഞുങ്ങളുണ്ട്, ഈ എക്സ് അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ. അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഈ 3 സംഖ്യകൾക്ക് കൊടുക്കുക. ഏത് സംഖ്യക്ക് കൊടുക്കുമ്പോൾ, അതായത് ഓപ്ഷനിലെ എക്സിൻ്റെ വാല്യൂസ്
ഈ 3 സംഖ്യകൾക്ക് കൊടുക്കുക. ഏത് സംഖ്യയ്ക്ക് കൊടുക്കുമ്പോൾ ഇത് AP ആവുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. ഒന്നുമില്ല, നമ്മളിവിടെ എക്സിന് 2 കൊടുത്തെന്നിരിക്കട്ടെ. എക്സിന് 2 കൊടുത്താൽ ഇതൊക്കെ എന്തുവാകും? 2x, 2 ഗുണം 2 4, 4ും 2 കൂടെ കൂട്ടുമ്പോൾ 6. 5x, 5 ഗുണം 2 10. 7x, 7 ഗുണം 2 14, 14 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 15. ഇത് AP ആണോ? എക്സിന്റെ വാല്യൂ ഞാൻ 2 കൊടുത്ത AP ആണോ? അല്ല. കാര്യം 6 10 4 കൂടി 10 15 5 കൂടി. ഒരിടത്ത് 4 ഒരിടത്ത് 5 അല്ല. AP ആണ്, എല്ലായിടത്തും ഒരുപോലെ കൂടും. ഇത് AP അല്ല, സോ 2 അല്ല. ഇനി എക്സിന്റെ വാല്യൂ നമുക്ക് 3 കൊടുക്കാം. എക്സിന്റെ വാല്യൂ 3 കൊടുത്തു. 2x, 2 ഗുണം 3 6, 6ും 2 കൂടെ കൂട്ടുമ്പോൾ 8. 5x, 5 ഗുണം 3 15. 7x പ്ലസ് 1, 7 ഗുണം 3 21, 21 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 22. ഇത് AP ആണോ? ആണു. കാര്യം 8 15 7 കൂടി, 15 22 7 കൂടി, എല്ലായിടത്തും ഒരുപോലെ കൂടി. എല്ലായിടത്തും ഒരുപോലെ കൂടുക എന്ന് പറഞ്ഞാൽ AP ആണ്. AP ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ 3 ആകണം. കണ്ടോ? ബാക്കി വേണമെങ്കിൽ മതി, എന്നാലും ചുമ്മാ കാണിക്കാം. എക്സിന്റെ വാല്യൂ 1 ഇട്ടാ 2 1 2, 2 2 4, 5 1 5, 7 1 7, 7 1 8. AP ആണോ? അല്ല. 4 5 1 കൂടി, 5 3 കൂടി 8 അല്ല. ഇനി എക്സിന്റെ വാല്യൂ 8 കൊടുത്താൽ എങ്ങനെ ഇരിക്കും? 2 8 16, 16ും 2 കൂടെ കൂട്ടുമ്പോൾ 18. 5 8 40, 7 8 56, 56 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 57. ഇത് കാണുമ്പോഴേ നമുക്കറിയാം AP അല്ല. 22 കൂടി ഒരിടത്ത്, പിന്നെ 17 കൂടി അല്ല. അപ്പോൾ AP ആകണമെങ്കിൽ എക്സിന്റെ വാല്യൂ ഇവിടെ 3 കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ക്രോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഗതികെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും ഈ സാധനം ചെയ്യാം. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുടർച്ചയായ 3 പദങ്ങൾ എന്ന് പറഞ്ഞൊരു റൂള് തരുവാണ്, അല്ലെ ക്വസ്റ്റ്യനിൽ വരുവാണെങ്കിൽ നടുക്കത്തെ പദം എന്ന് പറയുന്നത് 1ാമത്തെ പദവും 3ാമത്തെ പദവും കൂട്ടിയിട്ട് പകുതി എടുത്താം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഫൈൻഡ് ദി സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 6 ദോസ് ലൈ ഇൻ ബിറ്റ്വീൻ 100 and 400. മലയാളത്തിൽ പറഞ്ഞാൽ 100നും 400നും ഇടയിലുള്ള 6ന്റെ എല്ലാ ഗുണിതങ്ങളുടെയും തുക എത്ര എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ പറയുന്നു, 100നും 400നും ഇടയിലുള്ള 6ന്റെ എല്ലാ ഗുണിതങ്ങളുടെയും എണ്ണമല്ല, സം എത്ര, അല്ലെങ്കിൽ 6ന്റെ എല്ലാ ഗുണിതങ്ങളെയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും എന്നതാണ് ചോദ്യം. 2022 ഒരു ഡിഗ്രി മെയിൻസിന് ചോദിച്ചതാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? കുഞ്ഞുങ്ങളെ, 100നും 400നും ഇടയിലുള്ള 6ന്റെ ഗുണിതങ്ങളാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഒരു കാരണവശാലും 100ഉം എടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും 400ഉം എടുക്കാൻ പാടില്ല. കാര്യം 100നും 400നും ഇടയിൽ. അപ്പോൾ 101നെ 6 കൊണ്ട് ഹരിച്ചു നോക്കണോ? 101 മുതൽ അങ്ങോട്ട് നോക്കാം. ബുദ്ധിയുള്ളവരാണ് 101 നോക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ 6ന്റെ ഗുണിതങ്ങളിൽ ഒരിക്കലും ഒറ്റ സംഖ്യ വരത്തില്ല. നിങ്ങൾ 6ന്റെ പട്ടിക ഒന്ന് എഴുതി നോക്കാം. 6 12 18 ഏത് എടുത്തു നോക്കാം, എല്ലാം ഇരട്ടയാ. അപ്പൊ 102നെ നമുക്ക് 6 കൊണ്ട് ഹരിച്ചു നോക്കാം. 6 6 42, 6 7 42, ശിഷ്ടം 0. ശിഷ്ടം 0 വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി 102നെ നമുക്ക് 6 കൊണ്ട് ഹരിക്കാം. 102 കഴിഞ്ഞാൽ 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 108 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതെങ്ങനെ? എടാ, 6ന്റെ ഗുണിതങ്ങളുടെ എല്ലാം ഈ പറയുന്ന ഗ്യാപ്പ് 6 അല്ലേ? 6ന്റെ ഗുണിതങ്ങളുടെ ആയാലും 6ന്റെ ശിഷ്ടത്തിന്റെ ആയാലും ഗ്യാപ്പ് 6 തന്നെ ആയിരിക്കും. പിന്നെ വരുന്നത് 114. ഇങ്ങനെ പോയി 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 400ന് മുമ്പ് 6ന്റെ ഗുണിതം ആരാണ് എന്ന് നോക്കണം. കാര്യം ബിറ്റ്വീൻ ആവുമ്പോൾ 400 എടുക്കാൻ പറ്റത്തില്ല. 400ന് ഇടയിലെന്ന 399 നമുക്ക് നോക്കണ്ട. അങ്ങനെ പറയാൻ കാര്യം 399 ഒരൊറ്റ സംഖ്യ. പിന്നെ വരുന്നത് 398 ആണ്. 398നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 6 36, ശിഷ്ടൻ 2 8. ആലോചിച്ച് നോക്ക്, 6 6 36, ശിഷ്ടൻ 2 8 വരും. 6 4 എത്ര വന്നു? സോറി, ശിഷ്ടം 3 8. 36 ആകുമ്പോൾ ശിഷ്ടം 3 8, 6 6 36, ശിഷ്ടൻ 2 വരും.
അതായത് 398-നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ശിഷ്ടം 2 വരും. അപ്പോൾ ജസ്റ്റ് ലോജിക്കലി ഒന്ന് കണക്ട് ചെയ്യും. 397 ആവുമ്പോൾ ശിഷ്ടം 1 വരും. 396 ആവുമ്പോൾ ശിഷ്ടം 0 വരും പുറകോട്ട. അപ്പം 396 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 400-ന് മുമ്പുള്ള സംഖ്യ. ഡൗട്ടുണ്ടോ? ഓക്കെ ആണ്. ഒന്നുകൂടെ പറയുന്നു, 400-ന് മുമ്പ് 399-നെ ഇരട്ട സംഖ്യ അല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ വരുന്നത് 398. 398-നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 2 വരും. 398-നെ ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വന്നാൽ ഇതിന് മുമ്പുള്ള 397-നെ ഹരിച്ചാൽ ശിഷ്ടം 1 വരും. അതിന് മുമ്പുള്ള 396-നെ ഹരിച്ചാൽ ശിഷ്ടം 0 വരും. നിങ്ങൾ വേണേ 396-നെ ഹരിച്ചു നോക്കാൻ ശിഷ്ടം 0 ആയിരിക്കും. ഇതാണ് 100-നും 400-നും ഇടയിലുള്ള 6-ന്റെ ഗുണിതങ്ങൾ. ഇവരുടെ എണ്ണമല്ല നമ്മളോട് ചോദിച്ചേക്കുന്നത്, ഇവരുടെ തുകയാണ് ചോദിച്ചേക്കുന്നത്. പുതിയൊരു കാര്യം പഠിക്കാൻ പോവുക. നിങ്ങൾക്കറിയാം ഇതൊരു AP ആണ്. 6 വീതം കൂടി പോകുന്ന ഒരു AP ആണ്. ഈ APയുടെ തുക എത്ര എന്നതാണ് ചോദ്യം. ഇവിടെ വരെ എന്നെ കണ്ടോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയാണ്. ഇവിടെ വരെ ഒന്നുകൂടെ പറയുന്നു. 100 കഴിഞ്ഞ് 6-ന്റെ ഗുണിതം 102, 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. പിന്നെ വരുന്നത് 108, 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. പിന്നെ വരുന്നത് 6 കൂടി 114, 6 കൊണ്ട് പറ്റും. പിന്നെ 400-ന് മുമ്പ് 399 ഇരട്ടയായോണ്ടില്ല. 398-നെ ഹരിച്ചാൽ ശിഷ്ടം 2 വരും. 397 ശിഷ്ടം 1, 396 ശിഷ്ടം 0. ഇതാണ് 100-നും 400-നും ഇടയിലുള്ള 6-ന്റെ ഗുണിതങ്ങൾ. ഇവരുടെ സമ്മ് നമുക്ക് വേണം, ഇവരുടെ തുക നമുക്ക് വേണം. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കാം മക്കളെ. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ, ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, രണ്ടും പഠിക്കണം. നിങ്ങൾ ആദ്യം ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ചോദ്യത്തിൽ അവസാനത്തെ പദം ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഈ ശ്രേണിയുടെ അവസാനത്തെ പദം 396. മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദം ഉണ്ടെങ്കിൽ തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. കണ്ടീഷൻ ഒന്നുകൂടെ പറയുന്നു. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാനുള്ള ചോദ്യത്തിൽ നിങ്ങൾ ആദ്യം ലാസ്റ്റ് പദമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ, ലാസ്റ്റ് പദം ഉണ്ടെങ്കിൽ തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അവസാന പദം ഉണ്ടെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇനി ഇതിലേക്ക് വാ. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുകയുണ്ട്, അവസാന പദം ഉണ്ട്. ഇവരുടെ തുക കാണണം. അവസാന പദം ഉണ്ടെങ്കിൽ മാത്രം തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇനി നല്ലവണ്ണം നോക്ക്. ഇവിടെ ഫസ്റ്റ് ടേം ഉണ്ട് 102, ലാസ്റ്റ് ടേം ഉണ്ട് 396. ഇവിടെ രണ്ടും ഉണ്ട്. ഈ n എന്ന് പറയുന്ന സാധനം ഇല്ല. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്, അതില്ല. ഇത്തരം ക്വസ്റ്റ്യനുകളിലെല്ലാം n നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ n കാണാൻ, നമുക്കറിയാം ഏതൊരു സമാന്തര ശ്രേണിയുടെയും n കാണാൻ അവസാന പദം
മൈനസ് ആദ്യ പദം 102 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 6 + 1 അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. മക്കളെ 396 നിന്ന് 102 കുറയ്ക്കുമ്പോൾ എത്ര വരും? 294 വരും. 294/6 + 1. മക്കളെ 294നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 6 4 24 54 49 വരും. 49 ഒന്നൂടെ ചേർത്ത് 50 എന്ന് വരും. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് 50 കിട്ടി. മക്കളെ 50/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 102 ആണ്, അവസാന പദം 396 ആണ്. ഇത് രണ്ടൂടെ കൂട്ടുമ്പോൾ നമുക്ക് 498 കിട്ടും. 498. ഇനി മക്കളെ വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടുക. 498 രണ്ടൂടെ വെട്ടാൻ ബുദ്ധിയുള്ളവരാണ്. കാര്യം 50നെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഗുണനം നമുക്ക് അത്ര എളുപ്പമാകത്തില്ല, 25 ആവും. അപ്പം 498നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പറയാൻ കഴിയും 2 കൊണ്ട് ഹരിച്ചാൽ 2 4 9 249 വരും. ഇനി 249നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 249നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 250 ഗുണം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 249 ഗുണം 5 ചെയ്യാം. 250 ഗുണം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1250 ആണ്. അപ്പൊ 1245 വരും. ഒരു 0 കൂടെ ചേർത്ത് നമ്മുടെ ഉത്തരം 12450 ആണ്. പക്കാ ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാം. ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 100നും 400നും ഇടയിലുള്ള ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ 6ന്റെ ഗുണിതം ഇതാണ്. ഈ 6ന്റെ ഗുണിതത്തിന്റെ തുകയാണ് നമുക്ക് വേണ്ടിയത്. മക്കളെ ഒരു AP-യുടെ തുക കാണാൻ അവസാന പദം ഉണ്ടോ നോക്കണം. ഉണ്ട്, 396. അവസാന പദം ഉണ്ടെങ്കിൽ ഒരു AP-യുടെ തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അവസാന പദം ഉണ്ടെങ്കിൽ ഇവിടെ ആദ്യ പദമുണ്ട് 102, അവസാന പദമുണ്ട് 396. പക്ഷെ ദൈവം സഹായിച്ചെന്നു മാത്രമില്ല. ഒരു സമാന്തര ശ്രേണിയുടെ n നമ്പർ ഓഫ് ടേംസ് കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. 294/6 + 1. ഇത് ചെയ്യുമ്പോൾ 49ഉം ഒന്നുകൂടെ കൂട്ടുമ്പോൾ 50 വരും. മക്കളെ 50/2 ഇൻറ്റു 102ഉം 396 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 498 വരും. ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് 249 കിട്ടും. 249 ഗുണം 50 ചെയ്യണം. 249 ഗുണം 5 എന്ന് പറഞ്ഞാൽ 1245 ആണ്. 50ന്റെ ഒരു 0 ചേർത്ത് നമ്മുടെ ഉത്തരം 12450. ഓപ്ഷൻ എ. The sum of all 2-digit numbers which leave the remainder of 5 when they are divided by 7 equal to dash. 2022 ഡിഗ്രി പ്രിലിംസിന്റെ phase 2 വന്ന ചോദ്യം. മലയാളത്തിൽ പറഞ്ഞാൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. കൊള്ളാവോ? ഒന്നുകൂടെ പറയുന്നു. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളുടെയും തുക എത്ര? അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം? നമ്മൾ ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ തന്നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരണമെങ്കിൽ 7ന്റെ ഗുണിതത്തിൻ്റെ കൂടെ 5 കൂട്ടിയാൽ മതി എന്ന് ഞാൻ പഠിപ്പിച്ചു. ഓർമ്മയുണ്ടോ? ഇപ്പോൾ 7ന്റെ ആദ്യത്തെ ഗുണിതം 7 അല്ലേ? അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരണമെങ്കിൽ 7 5 കൂടെ കൂട്ടി 12. 12 ഒരു രണ്ടക്ക സംഖ്യയാണ്, കുഴപ്പമില്ല. ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയുന്നു.
നമുക്ക് വേണ്ടിയത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏതൊക്കെ രണ്ടക്ക സംഖ്യകളുണ്ടോ അവരുടെ തുക കാണണം, അവരെല്ലാം കൂടെ കൂട്ടണം. അപ്പം രണ്ടക്ക സംഖ്യയാണ് നമുക്ക് വേണ്ടിയത്. രണ്ടക്കമേ ഉണ്ടാവൂ. രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 10 മുതൽ 99 വരെയാണ് ഇതിൻ്റെ അകത്തുള്ള സംഖ്യ ആയിരിക്കണം. അപ്പോൾ 7ൻ്റെ ആദ്യത്തെ ഗുണിതം 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരണമെങ്കിൽ 7 ആദ്യ ഗുണിതം 7 അല്ലേ, ഗുണിതത്തിൻ്റെ കൂടെ 5 കൂട്ടി അത് 7 5 കൂടെ കൂട്ടി 12. 12 രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 12നെ 7 കൊണ്ട് ഹരിച്ചു നോക്ക്. 7 ശിഷ്ടം 5. അല്ലേ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 10 കൊണ്ട് ഹരിച്ചു നോക്ക്. 10നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരും. 11 ആകുമ്പോൾ ശിഷ്ടം 4 വരും. 12 ആകുമ്പോൾ ശിഷ്ടം 5 വരും. ഞാൻ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചത് 7ൻ്റെ ആദ്യത്തെ ഗുണിതം 7. 7ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1 ശിഷ്ടം വരും 8. 2 കൂട്ടിയാൽ 2 ശിഷ്ടം വരും 9. 3 കൂട്ടിയാൽ 3 ശിഷ്ടം വരും 10. 4 കൂട്ടിയാൽ 4 ശിഷ്ടം വരും 11. 5 കൂട്ടിയാൽ 5 ശിഷ്ടം വരും 12. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ആദ്യത്തെ സംഖ്യ 12. പിന്നെ 7 കൂടെ കൂട്ടി 19. പിന്നെ 7 കൂടെ കൂട്ടി 26. കാര്യം 7ൻ്റെ ഗുണിതങ്ങളുടെ ഗ്യാപ്പ് 7 ആണെങ്കിൽ 7ൻ്റെ ശിഷ്ടത്തിൻ്റെ ഗ്യാപ്പും 7 തന്നെയായിരിക്കും. നിങ്ങൾക്ക് വേണ ഡൗട്ട് ഉണ്ടെങ്കിൽ 19നെ ഒന്ന് ഹരിച്ചു നോക്ക്. 19 2 7 2 14 ശിഷ്ടം 5. 26നെ ഒന്ന് ഹരിച്ചു നോക്ക്. 7 3 21 ശിഷ്ടം 5. അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ 12 ആണ്. പിന്നെ 12ൻ്റെ കൂടെ 7 കൂട്ടി അടുത്ത 19 ആണ്. പിന്നെ 19ൻ്റെ കൂടെ 7 കൂട്ടി 26 ആണ്. ഇങ്ങനെ പോകും. ഇനി നമുക്ക് അവസാനത്തെ രണ്ടക്ക സംഖ്യ വേണം. മക്കളെ 99നെ അവസാനത്തെ രണ്ടക്ക സംഖ്യ 99. 99നെ 7 കൊണ്ട് ഹരിച്ചു നോക്ക്. 7 7 2 9 7 4 28 ശിഷ്ടം 1. 7 4 28 ശിഷ്ടം 1. അപ്പൊ 99നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 1 കിട്ടും. അപ്പൊ 98 ആകുമ്പോൾ ശിഷ്ടം 0 ആയിരിക്കും. അപ്പൊ 97 ആകുമ്പോൾ ശിഷ്ടം 6 ആയിരിക്കും. കാര്യം 7 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ശിഷ്ടം നിങ്ങൾക്ക് 7 വരത്തില്ല. അപ്പൊ 98 ആണ് ശിഷ്ടം 0 ആയിരിക്കും. 97 ആണ് ശിഷ്ടം 6 ആയിരിക്കും. 96 ആണ് ശിഷ്ടം 5 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഡൗട്ടുണ്ട്. 96നെ നമുക്ക് 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 7 7 ശിഷ്ടം 2 6. 7 3 21 ശിഷ്ടം 5. കണ്ടോ, ഇതാണ് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന അവസാനത്തെ രണ്ടക്ക സംഖ്യ 96. അവസാനത്തേത് എടുത്തത് ഒന്നുകൂടെ പറയുന്നു. നമുക്ക് ശിഷ്ടം 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന രണ്ടക്ക സംഖ്യകളാണ് കുഞ്ഞുങ്ങളെ വേണ്ടിയത്. 99നെ 7 കൊണ്ട് ഹരിച്ചു നോക്കൂ. ശിഷ്ടം നിങ്ങൾക്ക് 1 കിട്ടും. 98 ആണ് ശിഷ്ടം 0 വരും. 97 ആണ് പിന്നെയും ബാക്കിലോട്ട് 6 വരും. കാര്യം 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7 കിട്ടത്തില്ല, അതിനകത്ത് ഒരു 7 ഉണ്ടെന്ന്. 96 ആണ് ശിഷ്ടം 5 വരും. 96നെ 7 കൊണ്ട് ഹരിച്ചു നോക്ക, ശിഷ്ടം 5 ആണ്. ഇനി അങ്ങനെ ചിന്തിക്കാതെ ഇങ്ങനെ എടുക്കുന്ന ടീമുകളും ഉണ്ട്. 7 10 70, 7 11 77, 7 12 84, 7 13 91, 14 98 ആണ്. 98ഉം പിന്നെ 5 കൂടെ ആകുമ്പോൾ 3 ഒക്കെ ആവും. അപ്പോൾ 91ൻ്റെ കൂടെ 91നെ 7 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 92നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. 93 ആണ് ശിഷ്ടം 2. അപ്പോൾ 91ൻ്റെ കൂടെ 5 കൂട്ടി 96 ഇങ്ങനെ എടുക്കുന്നവരും ഉണ്ട്. മക്കളെ 12 19 26 അങ്ങനെ പോയി 96. ഇതാണ് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന രണ്ടക്ക സംഖ്യകൾ. ഇവിടെ വരെ ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ 12 ആണ്. പിന്നെ അല്ലേ 7 വീതം ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ 19 ആണ്, 26 ആണ്, അവസാനത്തേത് 96 ആണ്. ഇവരുടെ സമ്മാണ് നമുക്ക് വേണ്ടിയത്. കുഞ്ഞുങ്ങളെ,
ഇതൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. 7ന്റെ ഗ്യാപ്പുള്ള 12ൽ തുടങ്ങുന്ന ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ. ഈ അരിതമെറ്റിക് പ്രോഗ്രഷന്റെ സമ്മ് നമുക്ക് വേണം. ഒരു അരിതമെറ്റിക് പ്രോഗ്രഷന്റെ തുക കാണാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് അവസാനത്തെ പദമുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. 96. അവസാനത്തെ പദമുണ്ടെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ, സമ്മ് കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അവസാനത്തെ പദമുണ്ടെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ ആദ്യ പദമുണ്ട് 12, അവസാന പദമുണ്ട് 96. ദൈവം സഹായിച്ച് ഈ n എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത്തരം ചോദ്യങ്ങളിൽ അവസാന പദം തന്നിട്ടുള്ള സമാന്തര ശ്രേണിയുടെ തുക കാണാൻ ഇക്വേഷൻ ഉപയോഗിക്കുന്ന n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്ന എല്ലാ കേസിലും നമുക്ക് n കണ്ടുപിടിക്കേണ്ടി വരും. n കാണാൻ, നമ്പർ ഓഫ് ടേംസ് കാണാൻ നമുക്കറിയാം. അവസാന പദം 96 മൈനസ് ആദ്യ പദം 12 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 7 + 1. അവസാന പദം 96 മൈനസ് ആദ്യ പദം 12 ഡിവൈഡഡ് ബൈ 7 + 1. 96ൽ നിന്ന് 12 പോയാൽ 84. 84/7 + 1. മക്കളെ 84നെ 7 കൊണ്ട് ഹരിച്ചാൽ 12. 12 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 13. അപ്പൊ n 13. 13/2 ഇൻറ്റു 12 96 108. 13/2 ഇൻറ്റു 12 96 കൂടെ കൂട്ടുമ്പോൾ 108. ഈ രണ്ടും 108 കൂടെ വെട്ടിയ നമുക്ക് പറയാം 54. 54 ഗുണം 13 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 54 ഗുണം 13 ചെയ്തു നോക്കൂ. നമ്മുടെ ഉത്തരം 702 ആയിരിക്കും. സെറ്റാണ്. മുമ്പോട്ട് പോവാം. 54 ഗുണം 13 702. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പോൾ ഒന്നുകൂടെ ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നു. അവസാന പദം ഉണ്ടെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. n കണ്ടുപിടിച്ചു 13. 13/2 ഇൻറ്റു 108 വെട്ടിക്കളയുമ്പോൾ 54. 54 ഗുണം 13 702. ഓപ്ഷൻ ബി. അപ്പൊ കുഞ്ഞുങ്ങളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാനുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അവസാനത്തെ പദമുണ്ടോ. അവസാനത്തെ പദമുണ്ടെങ്കിൽ മാത്രം n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം സെറ്റാണ്. മക്കളെ 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 ഏറ്റവും കൂടുതൽ ആളുകളെ കുഴപ്പിച്ച ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ്. നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദ അരിതമെറ്റിക് പ്രോഗ്രഷൻ ഹൂസ് കോമൺ ഡിഫറൻസ് ഈസ് നോൺ സീറോ. മലയാളത്തിൽ പറഞ്ഞ പൊതുവ്യത്യാസം 0 അല്ലാത്ത ഒരു സമാന്തര ശ്രേണി. അതൊരിക്കലും സംഭവിക്കത്തില്ല. സമാന്തര ശ്രേണിക്ക് എന്തായാലും ഒരു പൊതുവ്യത്യാസം ഉണ്ടാവും. അപ്പം പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അവരങ്ങ് പറയുന്നതേ ഉള്ളൂ. കാര്യം നിങ്ങളോട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 0 കാണും. അങ്ങനെയാണ് ഒരേ സംഖ്യ 2 2 2 എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ പൊതുവ്യത്യാസം 0 അല്ലാത്ത ഒരു സമാന്തര ശ്രേണി. ഓക്കെ, അതെന്തേലും ആയിക്കോട്ടെ. ദ സം ഓഫ് ഫസ്റ്റ് 3n ടേംസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് നെക്സ്റ്റ് n ടേംസ്. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളുടെ തുകയും ആദ്യത്തെ 3n പദങ്ങളുടെ തുകയും അടുത്ത n പദങ്ങളുടെ തുകയും തുല്യമാണ്. ഒന്നുകൂടെ പറയുന്നു. ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3n പദങ്ങളുടെ തുകയും അടുത്ത n പദങ്ങളുടെ തുകയും തമ്മിൽ തുല്യമാണ്. എന്നിട്ട് നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സം ഓഫ് ഫസ്റ്റ് 2n ടേംസ് ടു ദ സം ഓഫ് നെക്സ്റ്റ് 2n ടേംസ്. ടു ദ എന്നാണ്, 2 എന്ന് എഴുതാൻ വിട്ടുപോയതാ. ടു ദ സം ഓഫ്. മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് ആദ്യത്തെ 2n പദങ്ങളുടെ തുകയും അടുത്ത 2n പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ എത്ര എന്നതാണ് ചോദ്യം.
കൊള്ളാം. ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3n പദങ്ങളുടെ തുകയും അടുത്ത n പദങ്ങളുടെ തുകയും തുല്യമാണ്. അങ്ങനെയാണ് ഇതേ സമാന്തര ശ്രേണിയുടെ ആദ്യ 2n പദങ്ങളുടെ തുകയും അടുത്ത 2n പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ടാണ്. ഈ n കാണുന്നിടത്തെല്ലാം നമുക്ക് 1 എന്ന് വിളിക്കാം. n കാണുന്നിടത്തെല്ലാം നമുക്ക് 1 എന്ന് വിളിക്കാം. ആദ്യം നമുക്ക് ഇത്രയും പോർഷൻ ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അതായത് കാര്യം വേറൊന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ. ആദ്യം നമുക്ക് വേണ്ട ഇത്രയും പോർഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഇത്രയും പോർഷൻ എന്തുവാ? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ ഇതാണ്. ഈ ഡേറ്റയിൽ നമ്മൾ പിടിച്ചു കയറാൻ പോകും. സം ഓഫ് 3n ടേംസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് നെക്സ്റ്റ് n ടേംസ്. മലയാളത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ 3n പദങ്ങളുടെ തുകയും അടുത്ത n പദത്തിന്റെ തുകയും തുല്യമാണ്. നമ്മൾ ഈ എന്നിന്റെ സ്ഥാനത്തെല്ലാം 1 എന്ന് കൊടുക്കാൻ പോവാം. കാര്യം എല്ലാം ഈ ക്വസ്റ്റ്യനിലെല്ലാം n കാണുന്നിടത്തെല്ലാം 1 എന്ന് കൊടുത്തു. 1 അസ്യൂം ചെയ്ത് നമ്മൾ വായിക്കാൻ പോവാ. ഇനി മലയാളത്തിൽ ഇനി ഒന്ന് വായിച്ച്. ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആ സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദത്തിന്റെ തുകയും n 1 എന്ന് വന്നാൽ എന്തോ ആവും? 3 × 1 3 31 എന്ന് വായിക്കരുത്. ആദ്യ 3 പദത്തിന്റെ തുകയും അടുത്ത 1 പദത്തിന്റെ തുകയും തുല്യമാണ്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് കൊടുത്താൽ നമുക്ക് എങ്ങനെ വായിക്കാം? ആദ്യ 3 പദങ്ങളുടെ തുകയും അടുത്ത n പദം എന്ന് പറഞ്ഞാൽ 1 അടുത്ത 1 പദത്തിന്റെ തുകയും തുല്യമാണ്. എന്നിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്തിട്ട് എങ്ങനെ വായിക്കാം? ആദ്യ 3n പദങ്ങളുടെ തുക, അതായത് ആദ്യ 3 പദങ്ങളുടെ തുകയും അടുത്ത n പദത്തിന്റെ തുക അടുത്ത 1 പദത്തിന്റെ തുകയും തുല്യമാണ്. ഞാനൊരു സമാന്തര ശ്രേണി എഴുതാൻ പോവാ. a പ്ലസ് ഡി a പ്ലസ് 2d ഇങ്ങനെയല്ലേ സമാന്തര ശ്രേണികൾ എഴുതുക? a പ്ലസ് 3d a പ്ലസ് 4d ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി ഞാൻ എഴുതി. നോക്കിക്കോണം. ഒരു സമാന്തര ശ്രേണി, ഒന്നാം പദം a, രണ്ടാം പദം a പ്ലസ് d, a പ്ലസ് n മൈനസ് 1 × d അല്ലേ, അപ്പൊ a പ്ലസ് d, മൂന്നാം പദം a പ്ലസ് 2d, നാലാം പദം a പ്ലസ് 3d ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി ഞാൻ എഴുതി. ഇനി ഇവിടെ എന്തുവാ പറയുന്നത്? ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 3n എന്നിന്റെ സ്ഥാനത്ത് 1 ആയിട്ട് വായിക്കുക. ആദ്യ 3 പദത്തിന്റെ തുകയും അടുത്ത 1 പദത്തിന്റെ തുകയും തുല്യമാണ്. അടുത്ത n പദം, അതായത് അടുത്ത. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദത്തിന്റെ തുക ഏതൊക്കെയാ? a പ്ലസ് a പ്ലസ് ഡി പ്ലസ് a പ്ലസ് 2d. ഇതാണ് ആദ്യ 3 പദത്തിന്റെ തുക. അടുത്ത 1 പദം എന്ന് പറഞ്ഞാൽ ഇവനാ a പ്ലസ് 3d. ഇത് രണ്ടും തുല്യമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാനൊരു സമാന്തര ശ്രേണി എഴുതി. ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം a, രണ്ടാം പദം a പ്ലസ് d, മൂന്നാം പദം a പ്ലസ് 2d, നാലാം പദം a പ്ലസ് 3d, അഞ്ചാം പദം a പ്ലസ് 4d ഇങ്ങനെ പോകും. ഇനി നമ്മളോട് ഇവിടെ എന്തോ പറയുന്നത്? ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദത്തിന്റെ തുകയും ആ എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് വായിച്ചാൽ ആദ്യ 3 പദത്തിന്റെ തുക, ആദ്യ 3 പദം a പ്ലസ് ഡി a പ്ലസ് 2d, ഈ 3 പദങ്ങൾ കൂട്ടുന്നതും അടുത്ത സം ഓഫ് നെക്സ്റ്റ് n ടേംസ് അടുത്ത n1 അടുത്ത 1 പദത്തിന്റെ തുകയും തുല്യം. അടുത്ത 1 പദം ഇതാ a പ്ലസ് 3d. ഇതും തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ? എയും എയുടെ കൂട്ടുമ്പോൾ മക്കളെ 3 ആവും, പ്ലസ് ഡിയും 2d കൂട്ടുമ്പോൾ മക്കളെ 3d ആവും. 3a പ്ലസ് 3d ഈക്വൽ ടു a പ്ലസ് 3d എന്ന് വരും. ആലോചിക്ക്. 3a പ്ലസ് 3d ഈക്വൽ ടു a പ്ലസ് 3d എന്ന് വരും. ആലോചിക്ക്. a 3a, ഡിയും 2d കൂട്ടുമ്പോൾ 1 ഡിയും 2 ഡിയും 3d. ഓക്കെ. ഇനി ഞാൻ ഈ a അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 3a മൈനസ് a ഈക്വൽ ടു, കാര്യം ഇവിടെ a ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. 3a മൈനസ് a. ഓക്കെ. ഇവിടെ ഓൾറെഡി 3d ഉണ്ട്. ഈ d ഇപ്പുറത്തേക്ക് പോയാൽ മൈനസ് 3d ആവും. 3a മൈനസ് a എന്ന് പറഞ്ഞാൽ 2a. 2a വാല്യൂ 0 എന്ന് വരും. കാര്യം 3d നിന്ന് 3d പോയാൽ 0 എല്ലാവർക്കും അറിയാം.
2a വാല്യൂ 0 ആണെങ്കിൽ എയുടെ വാല്യൂ 0/2 0 ആണ്. കാര്യം 0നെ ഹരിച്ചാൽ 0 ആണ്. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? ഈ സമാന്തര ശ്രേണിയുടെ എ 0 ആണ്. ഇങ്ങനെ പറയുന്ന കണ്ടീഷനിലെല്ലാം ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 0 ആയിരിക്കും. എ 0 ആണ്, ആദ്യ പദം 0 ആണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്. അപ്പോ ഞാൻ ഇവിടെ വരെ ഒന്നുകൂടെ പറയുന്നു. ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 3n പദങ്ങളുടെ തുകയും ദ സം ഓഫ് നെക്സ്റ്റ് n പദം, അടുത്ത n പദത്തിന്റെ തുകയും തുല്യമാണ്. ഞാനൊരു സമാന്തര ശ്രേണി എഴുതി. ആദ്യ പദം എ, രണ്ടാം പദം a+d, മൂന്നാം പദം a+3d 2d, നാലാം പദം a+3d, അഞ്ചാം പദം a+4d. ഇനി നമ്മൾ എല്ലായിടത്തും എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കാൻ പോവാ. ഈ സെന്റൻസ് വായിക്കും. The sum of first 3 terms is equal to the sum of next 1 term. മലയാളത്തിൽ പറഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദത്തിന്റെ തുകയും അടുത്ത n, അതായത് n1 അടുത്ത ഒരു പദത്തിന്റെ തുകയും തുല്യമാണ്. ആദ്യ 3 പദം എന്ന് പറഞ്ഞാൽ a+d, a+2d, ഇത് 3 കൂടെ കൂട്ടുന്നതും അടുത്ത ഒരു പദം a+3d ആണ്. ഇതും തുല്യമാണ്. ആദ്യ 3 പദത്തിന്റെ തുകയും അടുത്ത ഒരു പദത്തിന്റെ തുകയും തുല്യമാണ്. കണ്ടോ? അടുത്ത ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ ഇതാ. അടുത്ത ഒരു പദം ഇതാ. കണ്ടോ? ഇനി ഇത് കൂട്ടുമ്പോ 3a + 3d വന്നു. ഇപ്പുറത്ത് a+3d ആയി. ഇനി ഞാൻ a ഇങ്ങോട്ട് വന്നു. 3a - a = d അങ്ങോട്ട് കൊണ്ടുപോയി 3d - 3d. 3aയിൽ നിന്ന് ഒരു a പോയാൽ 2a വാല്യൂ ആണ് 0. മക്കളെ 2a വാല്യൂ 0 ആണ്. എയുടെ വാല്യൂ 0/2. 0/2 എന്ന് പറഞ്ഞാൽ 0. എയുടെ വാല്യൂ 0 ആണ്. അപ്പോഴേ നിങ്ങൾ ഓർക്കുക, ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം കുഞ്ഞുങ്ങളെ 0 ആണ്. ഇനി ഞാൻ നിങ്ങളോട് പൊതുവായിട്ടൊരു കാര്യം പറയട്ടെ. ഇത്തരം ചോദ്യം, ഈ ഒരു സെന്റൻസ് നീ എവിടെ കണ്ടാലും സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് പദം 0 ആണെന്ന് ഓർത്തോണം. ഏത് സെന്റൻസ്? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 3n പദങ്ങളുടെ തുകയും അടുത്ത ഒരു പദത്തിന്റെ തുകയും തുല്യമാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുവാണ്, അപ്പോഴേ ഓർത്തോണം, എടാ ആ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 0 ആയിരിക്കും, ഉറപ്പ്. അല്ലെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 3n പദങ്ങളുടെ തുകയും അടുത്ത ഒരു പദങ്ങളുടെ തുകയും തുല്യമാണ് എന്ന് പറയുമ്പോഴേ ഓർത്തോളുക. അല്ലെങ്കിൽ ആദ്യ 3n, the sum of first 3n terms is equal to the sum of next n terms എന്ന് പറഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് പദം a എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പൊ നിങ്ങളോട് ഒരാൾ എന്ന് പറയാ, ഒരു സമാന്തര ശ്രേണിയുണ്ട്, ആ സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദവും അടുത്ത ഒരു പദവും തുല്യമാണ്. അപ്പോഴേ നിങ്ങൾ പറയണം, അങ്ങനെയാണ് ഈ സമാന്തര ശ്രേണി തുടങ്ങുന്നത് 0-യിലായിരിക്കും. 0-യിലായ സമാന്തര ശ്രേണി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് പറയാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് ഏത് സമാന്തര ശ്രേണിയും എഴുതാം, തുടക്കം 0 ആയിരിക്കണം. ഞാനൊരു സമാന്തര ശ്രേണി എഴുതാൻ പോവാം. 0, 1, 2, 3 ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി. 0, 1, 2, 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാവേ, പക്ഷെ തുടങ്ങുന്നത് 0 ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സം ഓഫ് ഫസ്റ്റ് 2n ടേംസ് ടു ദ സം ഓഫ് നെക്സ്റ്റ് 2n ടേംസ്. എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് കൊടുത്തു. 1 അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ 1 എന്ന് കൊടുക്കുന്ന എളുപ്പം. എങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ 2n എന്ന് പറയുമ്പോൾ 21 വായിക്കരുത്, 2 × 1 2. ആദ്യ 2 പദങ്ങളുടെ തുകയും അടുത്ത 2 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ എത്ര എന്നതാണ് ചോദ്യം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ടു ദ സം ഓഫ് നെക്സ്റ്റ് 2 ടേംസ്. എന്നിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണം 2 കൊടുക്കുക. 2 കൊടുത്താൽ ഇത് 4-ഉം ഇത് അടുത്തത് 4 ആവും. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആവും. അപ്പം എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്തപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 2 പദങ്ങളുടെ തുകയും അടുത്ത 2 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ കാണണം. ഇതാണ് സമാന്തര ശ്രേണിയെങ്കിൽ ഇതിൻ്റെ ആദ്യ 2 പദം എന്ന് പറഞ്ഞാൽ 0-ഉം 1-ഉമാണ്.
ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 1. അടുത്ത രണ്ട് പദങ്ങൾ എന്ന് പറഞ്ഞാൽ 2ഉം 3ഉമാണ്. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 5. ഇനി ഇവരുടെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് പറയാം 1:5. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പൊ എന്നെ കണ്ടോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിചാരിക്കും, എല്ലായിടത്തും ഇത് ശരിയാവോ, നമുക്ക് വേണേ വേറെ എടുക്കാം. ഞാൻ വേറൊരു സമാന്തര ശ്രേണി എടുത്തു. തുടക്കം 0 ആയിരിക്കണമെന്നേ ഉള്ളൂ. 0, 2, 4, 6 ഇങ്ങനെ പോകുന്നു. നമ്മളോട് എന്തോ ചോദിച്ചേ? ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 2n പദങ്ങളുടെ തുകയും അടുത്ത 2n പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ, ദ റേഷ്യോ ഓഫ് സം ഓഫ് ഫസ്റ്റ് 2n ടേംസ് ടു ദ സം ഓഫ് നെക്സ്റ്റ് 2n ടേംസ്. എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പോൾ ആദ്യ 2 പദങ്ങളുടെ തുകയും അടുത്ത 2 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ. ഇവിടെ ആദ്യ 2 പദം കൂട്ടുമ്പോൾ 2 വരും, അടുത്ത 2 പദം കൂട്ടുമ്പോൾ 10 വരും. ഇവരുടെ റേഷ്യോ നീ എടുത്തു നോക്ക, അതും 1:5 എന്ന് തന്നെ വരും. വേറൊന്നും എടുത്തു നോക്കാം. വേറെ സമാന്തര ശ്രേണി 0, 3, 6, 9 ഇങ്ങനെ പോകും. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 0യിൽ തുടങ്ങണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 2n പദങ്ങളുടെ തുക 2n, 2 × 1 ആദ്യ 2 പദം, അടുത്ത 2 പദം 0, 3 കൂട്ടുമ്പോൾ 0 പറഞ്ഞൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനല്ല. 0, 3 കൂട്ടിയാൽ 3, അടുത്ത 2 പദം 6, 9 കൂട്ടിയാൽ 15, 3:15. അത് വെട്ടിക്കളയുമ്പോഴും നമുക്ക് പറയാൻ കഴിയും 1:5 ആണ്, സെറ്റാണ്. അപ്പം നമ്മൾ ചെയ്ത സാധനം ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. എപ്പോഴും സംശയമായിട്ട് കുട്ടികൾ വരുന്ന ചോദ്യമാണ്. ഒന്നുകൂടെ പറയുന്നു. ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആ സമാന്തര ശ്രേണിയുടെ ആദ്യ 3n പദങ്ങളുടെ തുകയും അടുത്ത n പദത്തിന്റെ തുകയും തുല്യമാണ്. ഞാൻ n കാണുന്നിടത്തെല്ലാം 1 എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ചോദ്യത്തെ വായിച്ചു. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദത്തിന്റെ തുകയും അടുത്ത 1 പദത്തിന്റെ തുകയും തുല്യമാണ്. സമാന്തര ശ്രേണി ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. a + d, a + 2d, a + 3d ഇങ്ങനെ പോകുന്നു. അതിൽ ആദ്യ 3 പദം a + d, a + 2d. അടുത്ത 1 പദം എന്ന് പറഞ്ഞാൽ a + 3d. ഇത് 3 കൂടെ കൂട്ടുന്നത് അടുത്ത 1 പദം a + 3dക്ക് തുല്യമാണ്. ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ എയുടെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. അതായത് ഇങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയുടെ a, അതായത് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം ഓൾവേസ് 0 ആയിരിക്കും. നിങ്ങളോട് ഒരാൾ വന്ന് പറയുക, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദത്തിന്റെ തുകയും അടുത്ത 1 പദത്തിന്റെ തുകയും തുല്യമാണ്. ഓൾവേസ് 0 ആണ് ആദ്യ പദം. നിങ്ങളോട് ഒരാൾ വന്ന് പറയാ, ഒരു സമാന്തര ശ്രേണിയുണ്ട്. ദ സം ഓഫ് ഫസ്റ്റ് 3n ടേംസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് നെക്സ്റ്റ് n ടേംസ്. ആദ്യ 3n പദങ്ങളുടെ തുകയും അടുത്ത നെക്സ്റ്റ് n പദത്തിന്റെ തുകയും തുല്യമാണ് എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഈ സമാന്തര ശ്രേണി 0യിൽ തുടങ്ങുന്ന ശ്രേണിയാണ്. ആദ്യ പദം 0 ആണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കം 0 വരുന്ന ഏത് സമാന്തര ശ്രേണിയും എടുക്കാം. ഈ സമാന്തര ശ്രേണിയുടെ ഗ്യാപ്പ് അല്ല, പൊതുവ്യത്യാസമല്ല, തുടങ്ങുന്ന സംഖ്യ ആദ്യ പദം 0 ആയിരിക്കണം. 0, 1, 2, 3, 4 എടുക്കാം, 0, 2, 4, 6, 8 എടുക്കാം, 0, 3, 6 എന്ന് പറഞ്ഞെടുക്കാം. തുടങ്ങുന്നത് 0 ആയിരിക്കണം. അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്തു 0, 1, 2, 3. നമുക്ക് വേണ്ടത് ആദ്യ 2n പദങ്ങളുടെ തുകയും അടുത്ത 2n പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ. എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ ആദ്യ 2 പദങ്ങളുടെ തുകയും അടുത്ത 2 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ 0, 1, 1, 2, 3. ആദ്യ 2 പദം എന്ന് പറഞ്ഞാൽ 0, 1 കൂടെ കൂട്ടുമ്പോൾ 1, അടുത്ത 2 പദം 2, 3 ആണ് കൂട്ടുമ്പോൾ 5. സോ നമ്മുടെ ഉത്തരം 1:5. ഇനി വേറെ ഏത് സമാന്തര ശ്രേണി എടുത്താലും ഇത് കിട്ടും. പക്ഷെ തുടങ്ങുന്നത് 0യിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാം, സെറ്റാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു റൗണ്ട് ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കി. ഒരേ ഗ്യാപ്പ് വരുന്ന, ഒരേ സംഖ്യ കൂടി വരുന്ന, അല്ലെങ്കിൽ ഒരേ സംഖ്യ കുറഞ്ഞു വരുന്ന ശ്രേണികളെയാണ് സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കുന്നത്. ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ പദത്തെ a എന്നും പൊതുവ്യത്യാസത്തെ നമ്മൾ d എന്നും വിളിക്കും. കുറഞ്ഞു വരുവാണെങ്കിൽ പൊതുവ്യത്യാസം മൈനസ് ആയിരിക്കും. d കാണാൻ തൊട്ടു മുമ്പിലത്തെ പദത്തിൽ നിന്ന് തൊട്ടു പുറകിലത്തെ പദം കുറച്ചാൽ മതി. ഏതൊരു സമാന്തര ശ്രേണിയുടെയും എത്രാമത്തെ പദം വേണേലും കാണാം a + n - 1 × d. 17ാം പദം കാണാൻ a + 16d. 50ാം പദം കാണാൻ a + 49d. ഇനി നമ്മളോട് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണാൻ പറഞ്ഞാൽ, ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ പറഞ്ഞാൽ
a+n-1 ഇൻറ്റു ഡിക്കകത്തിൽ എയുടെയും ഡിയുടെയും വാല്യൂ ഇട്ട് നോക്കിയാൽ മതി, കിട്ടും. ഇനി ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കാണാൻ, നമ്പർ ഓഫ് ടേംസ് കാണാൻ ഒന്നാലോചിക്ക്. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1 മറന്നു പോകരുത്. ഇനി ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുടർച്ചയായ 3 പദങ്ങൾ ABC ആയാൽ നടുക്കത്തെ പദം B എന്ന് പറയുന്നത് a+c/2, 1ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് പകുതി. പിന്നെ നമ്മൾ പറഞ്ഞൊരു സാധനമുണ്ട്, 11ാം പദത്തിന്റെ 11 മടങ്ങും 7ാം പദത്തിന്റെ 7 മടങ്ങും തുല്യമാണ്. എന്നിട്ട് ഈ 11 7 കൂടെ കൂട്ടി 18ാം പദം ചോദിച്ചാൽ ഒന്നുമില്ലടാ, അത് 0യാ. പിന്നെ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാനുള്ള ചോദ്യമാണെങ്കിൽ അവസാനത്തെ പദമുണ്ടോ എന്ന് നോക്കുക, അത് നോക്കണം. അവസാനത്തെ പദമുണ്ടെങ്കിൽ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് നിങ്ങൾക്ക് ഇത്തരം കേസുകളിൽ കണ്ടുപിടിക്കേണ്ടി വരും. ഇനി നമ്മൾ പിന്നീട് പഠിച്ച ഒരു സാധനമുണ്ട്, ഒരു സമാന്തര ശ്രേണിയുടെ 3n പദങ്ങളുടെ തുകയും നെക്സ്റ്റ് n പദങ്ങളുടെ തുകയും തുല്യമാണ് എന്ന് പറഞ്ഞൊരു ചോദ്യം വരുവാണെങ്കിൽ ആ സമാന്തര ശ്രേണി സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലായിരിക്കും. a=0. 0-യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു സമാന്തര ശ്രേണിയും നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഇനി സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയം, ഇവിടെ അവസാന പദമൊന്നും ഇല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ തുക കാണാൻ നമ്മൾ പണ്ട് n/2 ഇൻറ്റു 2a+ എന്നൊക്കെ പറഞ്ഞ് ഇക്വേഷൻ പഠിച്ചിട്ടില്ല? ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും. ഈ ഒരു പാർട്ടും കൂടെ ഈ പ്രോഗ്രഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ ഭാഗത്ത് കുറച്ചുകൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. പിന്നെ ജോമെട്രിയുടെ 1-2 ഒരു ഐഡിയയും കൂടെ, ഇതുവരെ വന്ന 2-3 ചോദ്യങ്ങളേ ഉള്ളൂ. ജോമെട്രി അല്ല, ജോമെട്രി പ്രോഗ്രഷന്റെ അതും കൂടെ പറഞ്ഞ് ബാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ ചേർത്ത് ചെയ്യുന്ന ഒരു ചെറിയ ക്ലാസ്സും കൂടെ വരും ദിവസങ്ങളിൽ വരും. അതുകൂടെ ആവുമ്പോഴത്തേക്കിന് ഈ പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സാധാരണ ഓരോ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ് ചെയ്യുന്ന പോലെ എക്സ്ട്രാ വർക്കൗട്ടിന് ചോദ്യങ്ങൾ തരും. അതോടൊപ്പം തന്നെ ഈ ടോപ്പിക്ക് കഴിയുമ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചോ അതൊരു വർക്കൗട്ടല്ല, അതൊരു PDF രൂപത്തിൽ ഇക്വേഷൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അതും കൂടെ ഇതിൻ്റെ അകത്തിൽ ഈ ടോപ്പിക്ക് തീരുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രിക്ടേൺ എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുക, കിട്ടും, ജോയിൻ ആവുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജസ്റ്റ്.